ഏറ്റെടുത്ത് അത് നടത്തുവാൻ തയ്യാറായ സർവീസ് സെല്ലിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. ഇന്നത്തെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം. അതിതീക്ഷ്ണമായിട്ടുള്ള സമരപാതയിലൂടെയാണ് സംഘടന ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ മുൻകാല നേതാക്കന്മാർ ജയിലുകൾ പോലും അടയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന സാഹചര്യം ശമ്പള പരിഷ്കരണ സമരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കടന്ന് ഏറ്റവും ഒടുവിൽ 11ാം ശമ്പള പരിഷ്കരണത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് കോവിഡിന്റെ ഒരു സാഹചര്യമായിരുന്നു. ആ കോവിഡിന്റെ വെല്ലുവിളികളെ കൂടി മറികടന്നുകൊണ്ട് അത്തരത്തിൽ നമുക്ക് എങ്ങനെ ഒരു സമരം മുന്നോട്ട് വെക്കാം, ആ സമരം ഏറ്റവും ഫലപ്രദമായി നടത്തിയിട്ടാണ് നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ടായിരുന്ന അനീതികളെ സംഘടന അതിജീവിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾ സ്വയം ശാക്തീകരിക്കപ്പെടുക. നിശ്ചയമായിട്ടും ശമ്പള പരിഷ്കരണവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് സംഘടനയ്ക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ മാർഗത്തിലേക്കും കൂടെ പോകേണ്ടി വരും എന്ന തിരിച്ചറിവോടുകൂടി കഴിഞ്ഞ ശമ്പള പരിഷ്കരണ സമയത്ത് ആ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു സംസ്ഥാനതല സൂം മീറ്റിംഗ് നമ്മൾ നടത്തിയത്. ഇപ്രാവശ്യം അതിന് മുന്നോടിയായിട്ട് തന്നെ നടത്തുവാൻ തീരുമാനിച്ച സംസ്ഥാന ഭാരവാഹികൾക്കും അത് ഏറ്റെടുത്ത സർവീസ് സെല്ലിനും എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഇന്നത്തെ പരിപാടിക്ക് എല്ലാവിധ വിജയവും നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് KGMI. അധികം വൈകിപ്പിക്കുന്നില്ല. ഓൾമോസ്റ്റ് 80-90 പേരായി കഴിഞ്ഞു. അപ്പോൾ ഓവർ ടു ഡോക്ടർ അരുൺ. ഗുഡ് ഈവനിങ് ആൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് ഫോർമാലിറ്റി ഒന്നും അതിലേക്കൊന്നും കടക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ പ്രോഗ്രാം പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് തോന്നുന്നു. ഒത്തിരി കാര്യങ്ങൾ പേർവിഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് തോന്നുന്നു. ഞാനൊരു പവർ പോയിന്റ് സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കട്ടെ. ഡോക്ടർ ശബരി ഒന്ന് ഷെയറിംഗ് ഒന്ന് എനേബിൾ ചെയ്യണേ. ഡോക്ടർ ശബരി ഒന്ന് ഷെയറിംഗ് ആണോ? അയ്യോ, അതല്ല, എൻ്റെ വേറെ അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ അക്കൗണ്ട് ഒന്ന് ആക്കണേ. ഒരു അരുൺ കാണും, വെറും ഒരു അരുൺ കാണും. ഓക്കെ. ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, അത് മതിയാവോ? ഇല്ല, അത് ആ അക്കൗണ്ട് അല്ല. അരുൺ എന്ന് പറഞ്ഞിട്ട് വെറും അരുൺ എന്നുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്. അരുൺ അതിന്റെ ലാപ്പിൽ അരുൺ മാത്രം. അതെ, എന്റെ ലാപ്പിൽ കിടക്കുന്ന അരുൺ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിനാണ് എനിക്ക് കാണിക്കേണ്ടത്. നോക്കട്ടെ. സ്മോൾ ലെറ്റർ ഞാനൊന്ന് കൈപ്പൊട്ടി ഞാനൊന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റ് ആക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സുരേഷ് സാർ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടങ്ങാം. അതായത് നമ്മൾ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള, വളരെ സ്ട്രെനോസ് ആയിട്ടുള്ള, എന്നാൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകളെ തുടർന്നാണ് നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ശമ്പള സ്കെയിലിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ ആ ഇടപെടലുകളെ കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു അരമണിക്കൂറിനുള്ളിൽ മാക്സിമം കാര്യങ്ങൾ ഓടിച്ച് പറഞ്ഞു തീർക്കാമെന്ന് തോന്നുന്നു. അതിൽ 1-2 പ്രധാന മൈൽ സ്റ്റോൺസ് ഉണ്ട്, അതിനെക്കുറിച്ച് മാത്രം കൂടുതലായിട്ട് സംസാരിക്കാം. കേരള സംസ്ഥാനം 1956 രൂപീകരിച്ചതിനെ തുടർന്ന് 1965 ആദ്യത്തെ ശമ്പള പരിഷ്കരണ
ശമ്പള പരിഷ്കരണം നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ശമ്പള പരിഷ്കരണത്തിൽ ഡോക്ടർമാർക്കും ഹയർ കാറ്റഗറീസ്, നമുക്ക് ആദ്യം മുതലുള്ള ഒരു പ്രശ്നം ഹയർ കാറ്റഗറീസിന് നല്ല രീതിയിലുള്ള റിവിഷൻ നടക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ശമ്പള പരിഷ്കരണത്തിന് ഹയർ കാറ്റഗറീസിന് നല്ല രീതിയിലുള്ള റിവിഷൻ നടന്നിരുന്നില്ല. 1966 നമ്മൾ അറിയുന്ന പോലെ KGMOA രൂപീകരിക്കപ്പെട്ടു. അതിനു മുമ്പ് IMA ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ഡോക്ടർമാരുടെ കാര്യങ്ങൾ ഇടപെട്ടിരുന്നത്. 1966 KGMA രൂപീകരിക്കപ്പെട്ടതിനെ തുടർന്ന് 1969 രണ്ടാം ശമ്പള പരിഷ്കരണ ഉത്തരവ് വരുന്നത്. അപ്പോൾ അതിൽ ഡോക്ടർമാർക്ക് വളരെ ചെറിയ രീതിയിലുള്ള ഒരു നാമമാത്രമായ ഒരു വർധനവാണ് ഉണ്ടായത്. അസിസ്റ്റന്റ് സർജൻസിന് ചെറിയ ഒരു വർധനവുണ്ടായി. പക്ഷേ സിവിൽ സർജൻസിന്റെ കാര്യത്തിൽ സ്കെയിലിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. നമുക്കൊരു കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ PSC മെഡിക്കൽ ഓഫീസേഴ്സിന് ആ സമയത്ത്. അതിനെ അത് NPA നോൺ പ്രാക്ടീസിങ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്തു. അങ്ങനെ ചെയ്തതിലൂടെ അന്ന് നമുക്ക് നഴ്സിംഗ് ഹോമിൽ പോയി പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നു, അത് അബോളിഷ് ചെയ്തു. പോസ്റ്റ് ഗ്രാജുവേറ്റ് അലവൻസ് ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കി. അതിനെ തുടർന്ന് KGMOA ഇതിന് ഒരു റെപ്രസെൻറ്റേഷൻ തയ്യാറാക്കി. ചീഫ് മിനിസ്റ്ററെയും ഹെൽത്ത് മിനിസ്റ്ററെയും ഒക്കെ കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു, ഇടപെടലുകൾ നടത്തി. എന്നാൽ വലിയ പ്രയോജനം ഉണ്ടായില്ല. അതിനെ തുടർന്ന് നമ്മൾ മ്യൂസിയം മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഒരു മൗന ജാഥ ആ സമയത്ത് നടത്തി. നമ്മുടെ കേരളത്തിലെ ഡോക്ടർമാരുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു പൊതു പ്രക്ഷോഭമായിരുന്നു അത്. ഒരു മൗന ജാഥയാണ് നമ്മൾ നടത്തിയത്. എന്നാൽ തുടർന്ന് നമുക്ക് വലിയ രീതിയിൽ അതിൽ വ്യത്യാസമൊന്നും വരുത്താൻ പറ്റിയില്ല. ഗവൺമെൻറ് ഉടൻ തന്നെ സെൻട്രൽ പാരിറ്റി നൽകാം, ഒരു സെൻട്രൽ സബ് കമ്മിറ്റി അതിനുവേണ്ടി നൽകാം എന്നുള്ള വാഗ്ദാനത്തിലൂടെയാണ് മുന്നോട്ട് പോയത്. തുടർന്ന് 1973 സെൻട്രൽ സബ് കമ്മിറ്റി, ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി സെൻട്രൽ പാരിറ്റിക്ക് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടു. തുടർന്ന് ആ സെൻട്രൽ പാരിറ്റി നമുക്ക് ലഭ്യമായില്ല. ഈ ക്യാബിനറ്റ് സബ് കമ്മിറ്റിക്ക് വളരെയധികം ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാരിറ്റി ലഭ്യമായില്ല. പകരം നല്ല രീതി ഒരു സാമാന്യം നല്ല തിരക്കേടില്ലാത്ത ഒരു റിവിഷൻ, പക്ഷേ 2 സ്കെയിലിൽ റിവിഷൻ അസിസ്റ്റന്റ് സർജൻസ് സിവിൽ സർജൻസിനും ലഭ്യമായി എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രയോജനം. 1978 മൂന്നാം ശമ്പള പരിഷ്കരണം നടന്നു. ശമ്പള കമ്മീഷനെ നിയോഗിച്ചപ്പോൾ തന്നെ KGMOA ആവശ്യങ്ങളെല്ലാം ഒരു പുസ്തക രൂപത്തിലാക്കി ശമ്പള കമ്മീഷനും ആരോഗ്യമന്ത്രിക്കുമൊക്കെ സമർപ്പിച്ചിരുന്നു എന്നുള്ളത് KGMOയുടെ ഇടപെടലുകളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇടപെടലുകളുടെ ആരംഭമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. എന്നാൽ പേ റിവിഷൻ കമ്മീഷൻ റിപ്പോർട്ട് നമുക്ക് അത്രയും അനുകൂലമായിരുന്നില്ല. നമുക്ക് പല നമ്മൾക്കാൾ താഴെ നിന്നിരുന്ന പല കാറ്റഗറി ജീവനക്കാരുടെയും ശമ്പളം ബേസിക് പേ നമ്മുടെ ബേസിക് പേയോട് ഒപ്പം എത്തുന്ന രീതിയിലും മോഡിഫൈ ചെയ്തു. പ്രത്യേകിച്ചും ജൂനിയർ എഞ്ചിനീയറുടെ ശമ്പള സ്കെയിൽ നമ്മളെക്കാളും താഴെയായിരുന്നു, അത് നമ്മുടെ സ്കെയിലിനോട് ഇക്വേറ്റ് ചെയ്തു. പല ജീവനക്കാർക്കും ഒരു 2ാം ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് അനുവദിച്ചു. ടീച്ചർമാർക്ക് ഉൾപ്പെടെ 2ാം ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് അനുവദിച്ചെങ്കിലും ഡോക്ടർമാർക്ക് അത് അനുവദിച്ചില്ല. സ്കെയിലിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസം വരികയുണ്ടായി. അപ്പോൾ ഇതിനെതിരെ നമ്മൾ 1978 ഡിസംബറിൽ ഒരു ബോയ്ക്കോട്ട് ഡേ ആചരിച്ചു. തുടർന്ന് ധർണ നടത്തി സെക്രട്ടേറിയറ്റിലേക്ക്. തുടർന്ന് 1980 ആയപ്പോഴാണ് നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട്, ഇപ്പോൾ നമ്മുടെ അന്നത്തെ മുൻകാല നേതാക്കന്മാരെയൊക്കെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം, വളരെയധികം പേരുകേട്ട നേതാക്കന്മാർ നമുക്ക് അന്ന് സംഘടനയ്ക്കുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ നമ്മൾ നടത്തി. ഒന്നാം വാഹന പ്രചരണ ജാഥ നടത്തി. മിനിസ്റ്ററുടെ വസതിയിലേക്ക് പ്രൊട്ടസ്റ്റ് നടത്തി. പല നേതാക്കന്മാരും അന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ഉണ്ടായി. എന്നാൽ തുടർന്ന് നമുക്ക് അടുത്ത പേ റിവിഷനിൽ ഇതിന് വേണ്ട വ്യത്യാസങ്ങളൊക്കെ വരുത്താമെന്നുള്ള രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് കൂടുതലായിട്ടും ലഭിച്ചത്. ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിൻ്റെ കാര്യത്തിലും നമുക്ക് 2ാം ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് നൽകാമെന്നുള്ള വാഗ്ദാനവും, തുടർന്ന് അത് അടുത്ത പേ റിവിഷനിൽ അത് നൽകാമെന്നുള്ള വാഗ്ദാനവും, അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് സർജൻ സിവിൽ സർജൻ റേഷ്യോയുടെ കാര്യത്തിലും NPAയുടെ കാര്യത്തിലുമൊക്കെ ഗവൺമെൻറ് വാഗ്ദാനങ്ങൾ നൽകി. തുടർന്ന് 4ാം പേ റിവിഷൻ 1985 4ാം പേ റിവിഷൻ നടന്ന സമയത്ത് നമ്മൾ ഈ സമരം അല്ലെങ്കിൽ ആ പ്രതിഷേധം ആ രീതിയിൽ തന്നെ നിലനിന്ന് പോന്നിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നല്ല രീതിയിൽ നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിച്ചു. നമ്മുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായി. തുടർന്ന് 4ാം ശമ്പള പരിഷ്കരണ ഉത്തരവ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നോൺ പ്രാക്ടീസിങ് അലവൻസ് തിരിച്ച് കോമ്പൻസേറ്ററി അലവൻസ് ആക്കി മാറ്റുവാനായിട്ട് സാധിച്ചു. വളരെ അടുത്ത കാലം വരെ നമുക്ക് PSC മെഡിക്കൽ ഓഫീസർമാർക്ക് ആ കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ടായിരുന്നു നമുക്കറിയാം.
എന്നാൽ ഇപ്പോൾ അത് മാറ്റി അത് ചാർജ് അലവൻസ് ആക്കിയിട്ട് കുറച്ച് ചാർജുള്ള ഡോക്ടർമാർക്ക് മാത്രമാക്കിയിട്ട് അത് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന കാര്യം നമ്മൾ പലർക്കും അറിയാമായിരിക്കും. അസിസ്റ്റന്റ് സർജൻ സിവിൽ സർജൻ റേഷ്യോ 3:1 ഫിക്സ് ചെയ്യാമെന്നുള്ള, അതിനു മുമ്പ് അത് 5:1 ആയത് 3:1 ആക്കി ഫിക്സ് ചെയ്യാമെന്നും ഈ 4ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ 10ാം വർഷത്തിലും 20ാം വർഷത്തിലും ഓരോ ഹയർ ഗ്രേഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹയർ ഗ്രേഡ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് നമ്മൾ ഇപ്പോഴത്തെ ഹയർ ഗ്രേഡ് പോലത്തെ പ്രൊമോഷൻ അല്ല, ഗ്രേഡ് പ്രൊമോഷൻ അല്ല, ഒരു ഇൻക്രിമെൻറ്റോട് ചേർന്നിട്ടുള്ള ഒരു ഹയർ ഗ്രേഡാണ് 10ാം വർഷത്തിലും 20ാം വർഷത്തിലും അന്ന് അനുവദിച്ചിരുന്നത്. സ്കെയിൽ ഓഫ് പേ നമുക്ക് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തുടർന്ന് 1989 5ാം ശമ്പള പരിഷ്കരണം നടന്നു. 5ാം ശമ്പള പരിഷ്കരണം 4ാം ശമ്പള പരിഷ്കരണത്തെ പോലെ നമുക്ക് അനുകൂലമായിരുന്നില്ല, കുറച്ച് അൺഫേവറബിൾ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ വരുന്ന പ്രൊമോഷന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തോളാമെന്നുള്ള രീതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കേണ്ടതായിട്ട് ഉള്ള ഒരു നിർബന്ധം പറഞ്ഞു. അതുപോലെ തന്നെ മറ്റ് പല ലോവർ സ്കെയിലുള്ള പല ആൾക്കാർക്കും നമ്മുടെ സ്കെയിലുമായിട്ട് പാരിറ്റി കൊണ്ടുവന്നു. അത് മറ്റ് സിസ്റ്റത്തിലുള്ള ഡോക്ടർമാരുടെ സ്കെയിൽ നമ്മുടെ സ്കെയിലുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ സ്കെയിൽ നമ്മുടെ സ്കെയിലുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. ഈ അവസരത്തിൽ ഒന്ന് പറഞ്ഞു കൊടുട്ടെ, മറ്റ് ഡോക്ടർമാരുടെ സ്കെയിൽ ഇപ്പോഴും നമ്മുടെ സ്കെയിലുമായിട്ട് ഇക്വേറ്റഡ് അല്ല. മറ്റ് സിസ്റ്റത്തിലെ ഡോക്ടർമാരുടെ സ്കെയിൽ നമ്മുടെ സ്കെയിലിനേക്കാൾ 2 സ്കെയിൽ താഴെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും നമ്മളത് നേടിയെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ സ്കെയിൽ നമ്മുടെ സ്കെയിലിന് താഴെയാണ്, 3 സ്കെയിലോളം താഴെയാണ് നിൽക്കുന്നത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സ്കെയിലിൽ ഗ്രേഡ് 1, അതും ഗ്രേഡ് 2 അല്ല, ഗ്രേഡ് 1 ലെവലിലാണ് നമ്മുടെ ശമ്പള സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ രീതിയിൽ വളരെ നല്ലൊരു സ്കെയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അത് നമ്മുടെ തുടർച്ചയായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ട് നമ്മൾ നേടിയെടുത്തതാണ്. 5ാം ശമ്പള പരിഷ്കരണത്തിൽ സിവിൽ സർജൻ ഗ്രേഡ് 2 ഗ്രേഡ് 1 റേഷ്യോ 3:1 അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടായി. അതുകൂടാതെ ഈ കാണിച്ചിരിക്കുന്ന കണക്ക് ഒരു ശമ്പള പരിഷ്കരണം, ബേസിക് പേയിൽ ഒരു പരിഷ്കരണം ഉണ്ടായി. എന്നാൽ ഇതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫേവറബിൾ ആയിരുന്നില്ല. നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ 1990 മുതൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങി. മെയ് മാസത്തിലെ 24 മണിക്കൂർ സമരം, 24 hour സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. തുടർന്ന് ജൂലൈ 2, 1990 ജൂലൈ 2 മുതൽ നമ്മൾ നോൺ കോഓപ്പറേഷൻ സ്ട്രൈക്ക് ആരംഭിച്ചു. നമ്മുടെ KGMയുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഡോക്ടർമാരുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ നോൺ കോഓപ്പറേഷൻ സ്ട്രൈക്കാണ് 1990 നമ്മൾ ആരംഭിച്ചത്. എന്നാൽ ഇതിനെ തുടർന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. കണ്ണൂരിലുള്ള നമ്മുടെ പല നേതാക്കന്മാരുടെയും വീടുകൾ ആക്രമിക്കപ്പെട്ടു, നമ്മുടെ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ സ്റ്റേറ്റ് വൈഡായിട്ട് നമ്മൾ ഇതിനെതിരെ ശക്തമായ സമരം തുടർന്ന് നടത്തി. നമ്മുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് നമുക്ക് ഗവൺമെൻറ്റുമായിട്ട് പല ചർച്ചകളും നടത്തി. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഉടനെ വരുന്ന ഒരു സെൻട്രൽ പാരിറ്റി ഒരു കമ്മിറ്റി കൂടി ഉടനെ വരും. ആ കമ്മിറ്റിയിൽ ഇതെല്ലാം പരിഹരിക്കാമെന്നുള്ള ഒരു വാഗ്ദാനത്തോടു കൂടിയാണ് 1990 തുടങ്ങിയ ആ പ്രക്ഷോഭ പരിപാടി 92 ഒരു പേ ഈക്വലൈസേഷൻ കമ്മിറ്റി സർക്കാർ കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ ആ പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നത്. പേ ഈക്വലൈസേഷൻ കമ്മിറ്റി എന്നുള്ള സബ് കമ്മിറ്റി ആയിട്ട് ഗവൺമെൻറ് ആദ്യം കൊണ്ടുവന്നെങ്കിലും അത് 6ാം ശമ്പള പരിഷ്കരണ കമ്മീഷനായിട്ട് മാറുകയാണ് ഉണ്ടായത്. അത് നമ്മുടെ സെൻട്രൽ റേറ്റുമായിട്ട് പാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി സർക്കാർ നിയോഗിച്ചത്. എന്നാൽ കമ്മിറ്റിക്ക് മുന്നിൽ ഒരുപാട് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല, കമ്മിറ്റി കണ്ടെത്തിയത് നമ്മുടെ പല ലോവർ സ്കെയിലുകളും താഴോട്ടുള്ള സ്കെയിലുകൾ പലതും തത്തുല്യമായിട്ടുള്ള സെൻട്രൽ സ്കെയിലുകളെക്കാൾ കൂടുതലാണ്. നമ്മുടെ മേളിലോട്ടുള്ള സ്കെയിൽ, ഇപ്പോൾ ഡോക്ടർമാരുടെ എഞ്ചിനീയർമാരുടെയൊക്കെ സ്കെയിലിലേക്ക് വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ സ്കെയിലിനേക്കാൾ കുറവാണ്. എന്നാൽ താഴോട്ടുള്ള ഇപ്പോൾ ക്ലാസ് ഡി ജീവനക്കാരുടെ ലെവലിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ശമ്പളം സെൻട്രൽ ലെവലിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ശമ്പളം കുറയ്ക്കാനും പറ്റില്ല, എന്നാൽ നമ്മുടെ ശമ്പളം കൂട്ടാൻ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് അനുവദിക്കത്തുമില്ല. ആ രീതിയിലാണ് ഒരു കുടുക്കിൽ കുടുങ്ങിയിട്ടാണ് അത് നടക്കാതെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഹയർ കാറ്റഗറീസിന് സെൻട്രൽ പ്രയോറിറ്റി അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് സെൻട്രൽ പ്രയോറിറ്റി അനുവദിച്ചില്ല. പകരം നമുക്കൊരു ഹയർ സ്റ്റാർട്ട് നമ്മുടെ എൻട്രി കേഡറിൽ അസിസ്റ്റന്റ് സർജൻസിന്റെ കേഡറിൽ ഒരു ഹയർ സ്റ്റാർട്ട് 2 ഇൻക്രിമെന്റ് ഹയർ സ്റ്റാർട്ട് നമുക്ക് അന്ന് അനുവദിച്ചു. പേയിലുള്ള വ്യത്യാസമാണ് ഇത് കാണുന്നത്. എന്നാൽ പേ ഈക്വലൈസേഷൻ കമ്മിറ്റി നമുക്ക് നേരത്തെ കിട്ടിയ വാഗ്ദാനം, അതായത് നമ്മൾ അതിനു മുമ്പുള്ള ശമ്പള പരിഷ്കരണ കമ്മിറ്റി പരിഷ്കരണ ഉത്തരവിനെ തുടർന്ന് നമ്മൾ നടത്തിയ പ്രക്ഷോഭങ്ങളിൽ നമുക്ക് കിട്ടിയ ഒരു വാഗ്ദാനം അനുസരിച്ചുള്ള ഒരു വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിച്ച പോലെ നമ്മുടെ ഒരു സ്കെയിൽ വർദ്ധിച്ചില്ല. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കെയിൽ മറ്റ് പല നേരത്തെ താഴെ ഉണ്ടായിരുന്ന പല സ്കെയിലോടും ഇക്വേറ്റ് ചെയ്തു. അതിലും വ്യത്യാസമൊന്നും വന്നില്ല. അപ്പം അതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ട 1992 മുതൽ പ്രൊട്ടസ്റ്റ് മാർച്ച്, ധർണ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ ഇതെല്ലാം ആരംഭിച്ചു. 2ാം വാഹന പ്രചരണ ജാഥ നടത്തി. നമ്മൾ 1992 നവംബർ 25 മുതൽ ഡിസംബർ 1 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 2ാം വാഹന പ്രചരണ ജാഥ നടത്തി. പലതരത്തിലുള്ള ചർച്ചകൾ, പല ലെവലുകളിൽ ചർച്ചകൾ നടത്തി. പല വാഗ്ദാനങ്ങൾ ലഭിച്ചു. അതോടൊപ്പം തന്നെ പ്രൊട്ടസ്റ്റും ഏകദേശം ഒരു വർഷത്തോളം പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്തു. രണ്ടാം വാഹന പ്രചരണ ജാഥയുടെ ചിത്രങ്ങളാണ് കാണുന്നത്. തുടർന്ന് 1993 സെപ്റ്റംബർ 6-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. 1993 സെപ്റ്റംബർ 10-ന്, സെപ്റ്റംബർ 6-ന് നിരാഹാരം ആരംഭിക്കുന്നു. സെപ്റ്റംബർ 10-ന് ഒരു 1 ഡേ ടോക്കൺ സ്ട്രൈക്ക് നമ്മൾക്ക് സംസ്ഥാന വ്യാപകമായി ഒരു 1 ഡേ ടോക്കൺ സ്ട്രൈക്ക് നടത്തി. എന്നിട്ട് നവംബർ 5 മുതൽ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിന് വേണ്ടിയിട്ട് നമ്മൾ അനൗൺസ് ചെയ്തു. മാത്രമല്ല തുടർന്ന് നവംബർ 5-ന് നേരത്തെ അറിയിച്ച അനുസരിച്ച് ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് ആരംഭിച്ചു. 1993 നവംബർ 5-നാണ് കേരളത്തിലെ മെഡിക്കൽ ചരിത്രത്തിലെ ആദ്യത്തെ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു സമരം ആരംഭിക്കുന്നത്. അപ്പോൾ 5/11/1993 മുതൽ നമ്മൾ എല്ലാ ആശുപത്രികളും അടച്ചു. എല്ലാ താക്കോലുകളും DMOക്കും DHSനും ഒക്കെ കൈമാറി നമ്മൾ ഒരു പൂർണ്ണ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ള സമരത്തിലേക്കാണ് നീങ്ങിയത്. ആശുപത്രികളെല്ലാം പൂർണ്ണമായും സ്തംഭിച്ചു. ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ പറഞ്ഞു, ഉണ്ടാവുകയും ചെയ്തു. ഡോക്ടർമാർക്കെതിരെ എസൻഷ്യൽ സർവീസസ് മെയിൻ്റനൻസ് ആക്ട് പ്രയോഗിച്ചു, എസ്മ പ്രയോഗിച്ചു. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കൂട്ടം ഒരു സമരത്തിന് നേരെ എസ്മ പ്രയോഗിക്കപ്പെടുന്നത് ഈ 1990 മുതൽ നമ്മുടെ സമരത്തിന് നേരെയായിരിക്കും. എസ്മ പ്രയോഗിച്ചു. ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. പകരം ഡോക്ടർമാരെ നിയമിക്കാനുള്ള ശ്രമം നടത്തി. PSC അപ്പോയിൻമെൻറ്റുകൾ നടത്താനുള്ള ശ്രമം വരെ നടത്തി. എന്നാൽ IMA KGMയോടൊപ്പം നിന്നു. മറ്റ് അപ്പോയിൻമെൻറ്റുകൾ നടത്തുന്നത് തടഞ്ഞു. IMAയും സമരത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണെന്നുള്ള പ്രഖ്യാപനം വരെ നടത്തി. നമ്മൾ ഈ തരത്തിൽ ആശുപത്രികൾ ഒരു കാരണവശാലും തുറന്ന് പ്രവർത്തിക്കാനാവില്ല എന്നുള്ള സ്ഥിതി വന്നപ്പോൾ സർക്കാരിന് KGMOയോട് അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് വരേണ്ടതായിട്ട് വന്നു. അങ്ങനെ 1993 തുടർ ചർച്ചകളെ തുടർന്ന് 1993 നവംബർ 11-ന് ചരിത്രപ്രധാനമായിട്ടുള്ള പ്രതാപൻ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു. ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഡോക്ടർമാരുടെ കൂട്ടത്തിൽ നിന്ന് മുൻ DHS ആയിരുന്ന ഒരു ഡോക്ടറെ ഒരു ഏകാംഗ കമ്മീഷനായിട്ട് നിയോഗിക്കുകയാണ് സർക്കാർ ചെയ്തത്. അത് നമുക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു. നമ്മുടെ പ്രീ റിവിഷൻ ചരിത്രത്തിൽ തന്നെയുള്ള ഒരു നാഴികക്കല്ലായിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം. പ്രതാപൻ കമ്മീഷന് മുന്നിൽ റിപ്പോർട്ടുകൾ എല്ലാം, വേണ്ട രേഖകളും റിപ്പോർട്ടുകളും എല്ലാം KGMO തന്നെ നൽകിയത്. പ്രതാപൻ കമ്മീഷന് വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് മാത്രം KGMOയ്ക്ക് ഒരു സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു. പ്രതാപൻ കമ്മീഷന് വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും വിവരങ്ങളും എല്ലാം തയ്യാറാക്കി നൽകിയത്. നമ്മൾ നൽകിയ റിപ്പോർട്ടുകളെല്ലാം ഏകദേശം അതുപോലെ തന്നെ കമ്മീഷൻ അക്സെപ്റ്റ് ചെയ്തു. തുടർന്ന് പ്രതാപൻ കമ്മീഷൻ തൻ്റെ റിപ്പോർട്ട് 1994 ഓഗസ്റ്റിൽ സർക്കാരിന് സമർപ്പിച്ചു. വീണ്ടും ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തുടർ ഇടപെടലുകൾ KGMOയ്ക്ക് നടത്തേണ്ടി വന്നു. DHSമായിട്ടും ഹെൽത്ത് സെക്രട്ടറിയുമായിട്ടും മിനിസ്റ്ററുമായിട്ടും ഒക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള തുടർ ചർച്ചകൾ നടന്നുകൊണ്ടേയിരുന്നു. 1995 ഒരു KGMOയുടെ ചരിത്രത്തിലെ ചരിത്രപ്രധാനമായ ഒരു വർഷമാണ്. 1995 വർഷത്തില് കോവിഡ്
വെച്ച് നമ്മുടെ സ്റ്റേറ്റ് ആനുവൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, സ്റ്റേറ്റ് ആനുവൽ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് അതിൽ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിയത് അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതാപൻ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് അനുവദിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തി. അത് KGMയുടെ ചരിത്രം, ഡോക്ടർമാരുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഒരു സർവീസ് സംഘടനയുടെ ഒരു മീറ്റിംഗിൽ വന്നിട്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പിലാക്കുമെന്ന് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു നേതാവ്, ഒരു മുഖ്യമന്ത്രി പ്രസ്താവിക്കുന്നത്. തുടർന്ന് പ്രതാപൻ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയായിരുന്നു. 1995 നമുക്ക് പലതരത്തിലുള്ള ഉത്തരവുകൾ കിട്ടി. നമ്മുടെ എല്ലാ അലവൻസുകളും സ്പെഷ്യൽ പേയും എല്ലാം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഉണ്ടായത്, കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്ന ഒന്ന്, പേ സ്കെയിലിൽ കാര്യമായ വ്യത്യാസം വരുത്താനാവില്ല എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മീഷൻ അതിൽ വലിയ ഇടപെടൽ നടത്താൻ പറ്റില്ല. എങ്കിലും കമ്മീഷൻ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു, KGMയുടെ ആവശ്യാനുസരണം തന്നെയാണ്. അതായത് അന്ന് അസിസ്റ്റന്റ് സർജൻസ് ഉണ്ടായിരുന്നു. സിവിൽ സർജൻ ഗ്രേഡ് 1 ഉണ്ടായിരുന്നു, സിവിൽ സർജൻ ഗ്രേഡ് 2 ഉണ്ടായിരുന്നു. നേരത്തെ ഒരു പേ റിവിഷൻ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതായത് അസിസ്റ്റന്റ് സർജൻ ടു സിവിൽ സർജൻ റേഷ്യോ 3:1 ആയിരുന്നു. സിവിൽ സർജൻ ഗ്രേഡ് 1 ടു ഗ്രേഡ് 2 ടു ഗ്രേഡ് 1 റേഷ്യോയും 3:1 ആയിരുന്നു. 2 പേ റിവിഷനുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എത്രത്തോളം നടപ്പിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എന്നാൽ പ്രതാപൻ കമ്മീഷൻ റിപ്പോർട്ട് ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ട് അന്ന് കേരളത്തിലുണ്ടായിരുന്ന 3000-ഓളം അസിസ്റ്റന്റ് സർജൻസിന്റെയും സിവിൽ സർജൻസിന്റെയും, അസിസ്റ്റന്റ് സർജൻസ്, സിവിൽ സർജൻ ഗ്രേഡ് 1, സിവിൽ സർജൻ ഗ്രേഡ് 2, ഇവരുടെ എല്ലാ പോസ്റ്റുകളും ഒരുമിച്ച് കൂട്ടി പൂൾ ചെയ്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4-1 ഭാഗം സിവിൽ സർജൻസുമായിട്ടും 4-3 ഭാഗം അസിസ്റ്റന്റ് സർജൻസ് ആയിട്ടും മാറ്റി. അതുപോലെ ഒരു കാര്യമാണ് നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ അസിസ്റ്റന്റ് സർജൻ സിവിൽ സർജൻ റേഷ്യോ പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പോസ്റ്റുകളെല്ലാം അസിസ്റ്റന്റ് സർജൻ പോസ്റ്റുകളാകുന്നത് കൊണ്ട് നമ്മുടെ സ്പെഷ്യാലിറ്റി കേഡർ നിലവിൽ വന്നപ്പോൾ ഒത്തിരി അസിസ്റ്റന്റ് സർജൻ പോസ്റ്റുകൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലേക്ക്, സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് പോയതുകൊണ്ടും ഒക്കെ സിവിൽ സർജൻ പോസ്റ്റുകൾ ഒത്തിരി അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലൊക്കെ പോയതുകൊണ്ടും ഒക്കെ നമുക്ക് സിവിൽ സർജൻസിൻ്റെ എണ്ണം ഒരുപാട് കുറയുകയും അസിസ്റ്റന്റ് സർജൻ സിവിൽ സർജൻ റേഷ്യോ ഇപ്പോൾ 14:1, 15:1 ആ ലെവലിലൊക്കെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ അതിന് പരിഹരിച്ച് നമ്മൾ 3:1 കൊണ്ടുവരാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കഴിഞ്ഞ പേ റിവിഷനിൽ ആ ഒരു ക്ലോസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളത് പുനഃസ്ഥാപിച്ചെടുത്തു. ഇനിയപ്പോൾ നമുക്ക് അന്ന് നടത്തിയതുപോലെ എല്ലാ പോസ്റ്റുകളും പോൾ ചെയ്തിട്ട് അതിനെ 3 ഡിവൈഡ് ചെയ്ത് ആ രീതിയിൽ നമുക്കൊരു റീഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോസ്റ്റുകളെ ഈ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ആ ഉത്തരവ് പാലിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് 10 വർഷത്തിലും 20 വർഷത്തിലും, ഞാൻ നേരത്തെ പറഞ്ഞു 10 വർഷത്തിലും 20 വർഷത്തിലും ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ആൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഗ്രേഡ് പ്രൊമോഷനായിട്ട് അനുവദിച്ചത് ഈ പ്രതാപൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സമയത്താണ്. അതുവരെ അത് ഇൻക്രിമെൻറ്റുകൾ മാത്രമായിരുന്നു. പക്ഷേ 10 വർഷമാകുമ്പോൾ നമ്മൾ പ്രൊമോഷനായി സിവിൽ സർജൻ ഗ്രേഡിലേക്ക് വരുന്നു. 20 വർഷമാകുമ്പോൾ വീണ്ടും നമുക്ക് കിട്ടുന്ന ശമ്പളം ഡെപ്യൂട്ടി ഡയറക്ടറുടെ ശമ്പളത്തിൻ്റെ ലെവലിലേക്ക് വരുന്നു. ആ രീതിയിൽ ഒരു ഗ്രേഡ് പ്രൊമോഷനാക്കി നമുക്ക് അനുവദിച്ചു തന്നത് ഈ പ്രതാപൻ കമ്മീഷന് ഇംപ്ലിമെൻറ്റേഷൻ തുടർന്നാണ്. അതിനെ തുടർന്ന് ഇപ്പോൾ പറഞ്ഞ കണക്കിന് 581 അസിസ്റ്റന്റ് സർജൻ പോസ്റ്റുകളാണ് സിവിൽ സർജൻ പോസ്റ്റുകളായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചത്. 28 സിവിൽ സർജൻ ഗ്രേഡ് 1 പോസ്റ്റുകളെ ഡെപ്യൂട്ടി ഡയറക്ടർ പോസ്റ്റുകളാക്കി മാറ്റാൻ സാധിച്ചു. എല്ലാ സിവിൽ സർജൻ ഗ്രേഡ് 2 പോസ്റ്റുകളെയും സിവിൽ സർജൻ ഗ്രേഡ് 1 ആക്കി മാറ്റാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും ശമ്പളം, സിവിൽ സർജൻ ഗ്രേഡ് 1 ശമ്പളം സിവിൽ സർജൻ ശമ്പളമാക്കി മാറ്റാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഓഡിബിൾ അല്ല. ശമ്പള സ്കെയിൽ കാര്യമായ വർധന വരുത്താൻ സാധിച്ചു. വർക്ക് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകളുടെ അലവൻസ്, PG അലവൻസ്. പ്രതാപൻ കമ്മീഷൻ ഇംപ്ലിമെന്റേഷന് വഴിവെക്കുന്ന രീതിയിൽ ഒരു ശക്തമായ സമരം നമ്മൾ നടത്തി വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ആ ഒരു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇടയ്ക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, ലാഗ് ഉണ്ടായിരുന്നു. ഓക്കെയാണ്.
ഓക്കെ, താങ്ക് യു. പ്രതാപൻ കമ്മീഷൻ ഇംപ്ലിമെന്റേഷനിലേക്ക് പ്രതാപൻ കമ്മീഷനിലേക്ക് വഴി തെളിയിക്കുന്ന തരത്തിൽ നമ്മൾ ശക്തമായിട്ടുള്ള ഒരു സമര പരിപാടി നടത്തിയത് നവംബർ 1993 നവംബർ 5 മുതൽ 11 വരെയായിരുന്നു. നവംബർ 5 മുതൽ 11 വരെ നമ്മളിപ്പോൾ എല്ലാ വർഷവും അതിനെ തുടർന്ന് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ ലെജൻഡറി ഒരു വിക്ടറിയുടെ ആ സ്ട്രഗിളിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സോളിഡാരിറ്റി വാരമായിട്ട് നമ്മൾ എല്ലാ വർഷവും KGMA ആചരിച്ചു വരികയാണ്. 7ാം ശമ്പള പരിഷ്കരണം 1998 വന്നു. പ്രതാപൻ കമ്മീഷനെ തുടർന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള പല ആനുകൂല്യങ്ങളും 7ാം ശമ്പള പരിഷ്കരണം വന്നപ്പോൾ നമുക്ക് നഷ്ടമായി. റൂറൽ അലവൻസ്, റിസ്ക് അലവൻസ്, PG അലവൻസ്, ചാർജ് അലവൻസ് ഇതെല്ലാം നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ പെടുന്നവയാണ്. അതോടൊപ്പം തന്നെ എൻട്രി ലെവലിൽ നമുക്ക് ലഭ്യമായ നമ്മൾ ആഗ്രഹിച്ച പോലെ വിചാരിച്ച പോലെയുള്ള ഒരു മെച്ചം ഉണ്ടായതുമില്ല, ഒരു റിവിഷൻ ഉണ്ടായതുമില്ല. ഇത് അന്നത്തെ പേ സ്കെയിലാണ്. അതിനെ തുടർന്ന് 1999 മുതൽ KGMA നോൺ കോർപ്പറേഷൻ സ്ട്രൈക്ക് 1999 ജനുവരി 1 മുതൽ നോൺ കോർപ്പറേഷൻ സ്ട്രൈക്കിലേക്ക് പോയി. ജൂലൈയിൽ നമുക്കൊരു GO കിട്ടി. ആ GO അനുസരിച്ച് അസിസ്റ്റന്റ് സർജൻസിൻ്റെ ശമ്പളം ചെറിയ രീതിയിൽ വർദ്ധിപ്പിച്ചു. 1000 രൂപയോളം, ഒരു 500 രൂപയോളം വർദ്ധിപ്പിച്ചു. അപ്പോൾ അതൊരു വളരെ ചെറിയ രീതിയിലുള്ള വർധന നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും കൂടുതൽ ശക്തമായ സമരത്തിലേക്കും സർക്കാരുമായിട്ടുള്ള ചർച്ചകളിലേക്കുമൊക്കെ പോയി 76 ദിവസം നമ്മൾ തുടർച്ചയായി സമരം ചെയ്തു. അതിനെ തുടർന്നാണ് അതായത് ഫ്രം ഒക്ടോബർ 1999 ഒക്ടോബർ 7 മുതൽ നമ്മൾ തുടർച്ചയായി സമരം ചെയ്തു. അതിനെ തുടർന്നാണ് നമുക്ക് അതിനൊരു സെറ്റിൽമെൻ്റ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ അതിനെ ചർച്ചകളെ തുടർന്ന് നമുക്കൊരു GO ഈ വിഷയത്തിൽ നമുക്ക് ലഭിച്ചു. നമുക്ക് ഹയർ സ്റ്റാർട്ട് വിത്ത് 2 അഡ്വാൻസ് ഇൻക്രിമെൻറ്റ്സ് എല്ലാ ലെവലുകളിലും ഒരു ഹയർ സ്റ്റാർട്ട് നമുക്ക് ലഭ്യമായി. ആദ്യമായിട്ടാണ് നമുക്ക് എല്ലാ ലെവലുകളിലും ഒരുപോലെ ഒരു ഹയർ സ്റ്റാർട്ട് ലഭ്യമാകുന്നത്. അതായത് ഈ ഉത്തരവിനെ തുടർന്ന് 2000 മാർച്ചിലാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ അലവൻസുകളും നമുക്ക് വർദ്ധിപ്പിച്ച് കിട്ടുവാനായിട്ട് സാധിച്ചു. തുടർന്ന് 8ാം ശമ്പള പരിഷ്കരണം വന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ നമ്മൾ സമരം ചെയ്ത് 7ാം ശമ്പള പരിഷ്കരണത്തെ തുടർന്ന് സമരം ചെയ്ത് നമ്മൾ നേടിയെടുത്ത നമ്മുടെ ആനുകൂല്യങ്ങൾ, അതായത് ഈ ഹയർ സ്റ്റാർട്ട്, ഏറ്റവും പ്രധാനമായിട്ടും ഹയർ സ്റ്റാർട്ട്, പിന്നെ നമ്മൾക്ക് നമ്മുടെ പ്രതാപൻ കമ്മീഷനെ തുടർന്ന് ലഭ്യമായ നോൺ കേഡർ പ്രൊമോഷൻ, ഇത് രണ്ടും 8ാം ശമ്പള പരിഷ്കരണ ഉത്തരവിൽ ഉണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് നഷ്ടമായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ശമ്പളത്തിൽ കാര്യമായ ഒരു വീഴ്ചയുണ്ടായി. സാധാരണ ശമ്പള പരിഷ്കരണത്തിൽ ശമ്പളം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ 8ാം ശമ്പള പരിഷ്കരണത്തിൽ നമുക്ക് ശമ്പള പരിഷ്കരണം നടപ്പിലായി കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് സർജൻ നമ്മൾ അങ്ങോട്ട് കാശ് തിരിച്ചടയ്ക്കണം. നമ്മൾ അന്ന് സർവീസിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ ശമ്പളത്തിൽ നിന്ന് അങ്ങോട്ട് കാശ് പിടിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് സർജൻ ലെവലിൽ 259 രൂപയുടെ ഡിപ്പ്, 1ാം ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് കിട്ടിയവർക്ക് 2444 രൂപയുടെ ഡിപ്പ്, 2ാം ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് കിട്ടിയവർക്ക് 7545 രൂപയുടെ ഡിപ്പ് ഒക്കെ വരുന്ന രീതിയിൽ ഒരു ശമ്പളം കുറയുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് അനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായ പ്രക്ഷോഭത്തിലേക്കാണ് നമ്മൾ അന്ന് നീങ്ങിയത്. 2006 8ാം ശമ്പള പരിഷ്കരണ ഉത്തരവിറങ്ങിയതിനെ തുടർന്ന് 2006 ഏപ്രിൽ 17 നമ്മുടെ അസോസിയേഷൻ ദിനത്തിൽ നമ്മൾ നോൺ കോഓപ്പറേഷൻ സ്ട്രൈക്ക് ആരംഭിച്ചു. തുടർന്ന് ജൂലൈ 1-ാം തീയതി നമ്മൾ ഒരു മാസ് ഹങ്കർ സ്ട്രൈക്ക് നടത്തി. ഓഗസ്റ്റ് 30-ാം തീയതി ഒരു ദിവസം ഫുള്ള് നീണ്ടു നിൽക്കുന്ന ഒരു ടോക്കൺ സ്ട്രൈക്ക് നടത്തി. അപ്പോൾ അന്ന് നമുക്ക് സർവീസ് അന്നുണ്ടായിരുന്നവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. നമ്മളന്ന് ഒപ്പിടാതെ എല്ലാ സർവീസുകളും നിർത്തിവെച്ചു. നമ്മൾ പക്ഷേ വാർഡിൽ കിടക്കുന്ന രോഗികളെ നോക്കാനും കാഷ്വാലിറ്റിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഒപ്പിടാതെ ജോലി ചെയ്ത ഒരു 1 ഡേ ടോക്കൺ സ്ട്രൈക്കാണ് ഈ 30 ഓഗസ്റ്റിന് നടത്തിയത്. അതിനെ തുടർന്ന് സർക്കാർ ശക്തമായ ഇടപെടലുകൾ നടത്തി. ഒരു റിലേ ഫാസ്റ്റിംഗ് ഹങ്കർ സ്ട്രൈക്ക്, ഒരു റിലേ ഹങ്കർ സ്ട്രൈക്ക് നടത്തി. സെപ്റ്റംബർ 12 തുടങ്ങി ഒരു റിലേ ഹങ്കർ സ്ട്രൈക്ക് നടത്തി. ഹെൽത്ത് മിനിസ്റ്റർ, ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിനെ തുടർന്നാണ് ഈ സ്ട്രൈക്കുകൾ അവസാനിപ്പിച്ചത്. 2 അഡ്വാൻസ് ഇൻക്രിമെൻ്റ് നമുക്ക് എൻട്രി ലെവലിൽ ലഭ്യമാക്കുന്ന രീതിയിൽ എൻട്രി ലെവലിൻ്റെ ശമ്പളം അഡ്ജസ്റ്റ് ചെയ്ത് അലവൻസുകളൊക്കെ ചേർത്ത്, റൂറൽ അലവൻസുകളൊക്കെ ചേർത്ത്
15,000 രൂപ കിട്ടുന്ന രീതി, ഗ്രോസ് സാലറി 15,000 രൂപ കിട്ടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ആക്കി. 15,024 രൂപ എന്തോ ആണ് അന്ന് എൻട്രി ലെവൽ കിട്ടിയത്. ആ രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന രീതിയിൽ അലവൻസുകളെ കൂട്ടി ഒരു പേ കിട്ടി. എന്നാൽ അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഒരു കാര്യം പറഞ്ഞു, ഏപ്രിൽ 2007 ഏപ്രിൽ നമ്മൾ സ്പെഷ്യാലിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്പെഷ്യാലിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ അന്ന് സമരത്തിൽ നിന്ന് പിന്മാറിയത്. എന്നാൽ 2007 നമ്മൾ പറഞ്ഞ പോലെ സ്പെഷ്യാലിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ വന്നില്ല. മാത്രമല്ല ടൈം ബൗണ്ട് ഹയർ ഗ്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് സോൾവ് ആയില്ല. അതുകൊണ്ട് തന്നെ 2007 ഒക്ടോബർ 1-ാം തീയതി മുതൽ നമ്മൾ വീണ്ടും നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒക്ടോബർ 3-ാം തീയതി നമ്മൾ ധർണ നടത്തി. ഇത് ആ ധർണയുടെ ചിത്രങ്ങളാണ്. തുടർന്ന് ഹൈക്കോടതി നമ്മുടെ സമരത്തിൽ ഇടപെട്ടു. ഗവൺമെന്റിന് ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തു, ഇവരുടെ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അങ്ങനെ 2008 ജനുവരി 3-ന് ഈ കോടതിയുടെ നിർദ്ദേശാനുസരണം സർക്കാർ ഒരു കേഡർ ഇംപ്ലിമെന്റേഷൻ ഓർഡർ ഇറക്കി. പക്ഷേ ആ ഉത്തരവില് നമുക്ക് ഒരു ആനുകൂല്യങ്ങളും അധികമായിട്ടില്ല. സ്പെഷ്യാലിറ്റി കേഡറുള്ളവർക്കായാലും അഡ്മിനിസ്ട്രേറ്റീവ് കേഡറുള്ളവർക്കായാലും നേരത്തെ കിട്ടുന്നതിന് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാത്ത ഒരു ഉത്തരവാണ് അപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഘടനയ്ക്ക് ആ ഉത്തരവ് പൂർണ്ണമായിട്ട് തള്ളിക്കളയേണ്ടി വന്നു. തുടർന്ന് നമ്മുടെ റിലേ ഹങ്കർ സ്ട്രൈക്ക് 2008 മെയ് മുതൽ നമ്മൾ റിലേ ഹങ്കർ സ്ട്രൈക്ക് തുടങ്ങി സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും ധർണ നടത്തി. ഇത് അതിൻ്റെ ചിത്രങ്ങളാണ്. തുടർന്ന് മെയ് 15-ന് നമ്മൾ സംസ്ഥാന വ്യാപകമായിട്ട് ഒരു ടോക്കൺ സ്ട്രൈക്ക് നടത്തി. അപ്പോൾ ടോക്കൺ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് അന്നുണ്ടായിരുന്നവർക്ക് ഓർമ്മയുണ്ടാകും, ടോക്കൺ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് നമ്മുടെ ആശുപത്രികളിലൊക്കെ DHS എന്നുള്ള സംഘം, DMO എന്നുള്ള സംഘം ഒക്കെ വിസിറ്റ് ചെയ്ത് ഡോക്ടർമാരെ സമരം ചെയ്തെന്ന് പിന്തിരിപ്പിക്കാനുള്ള നടപടി ഉണ്ടായി. സമരം ചെയ്തു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള ഭീഷണി ഉണ്ടായി. സമരത്തെ തുടർന്ന് ഒരു ട്രാൻസ്ഫറും സർക്കാർ നടത്തി. ഒരു ട്രാൻസ്ഫർ ഉത്തരവ്, തെക്കുള്ള ഡോക്ടർമാരെല്ലാം വടക്കോട്ടും വടക്കുള്ള ഡോക്ടർമാരെല്ലാം തെക്കോട്ടും മാറ്റിക്കൊണ്ടൊരു ട്രാൻസ്ഫർ ഉത്തരവും 2006 സർക്കാർ ഇറക്കി. തുടർന്ന് നമ്മൾ മെയ് 22 മുതൽ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്തു. മെയ് 20 മാരത്തോൺ ഡിസ്കഷൻസും ചർച്ചകളും ഒക്കെ നടത്തി. മെയ് 22-ന് നമ്മുടെ സമരം ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിലേക്ക് പോകാൻ പോവുകയാണ്, എല്ലാം അടച്ചുകൊണ്ട്. അപ്പോൾ ആ ഒരു ഭീഷണിയുടെ മുന്നിൽ നമ്മുടെ ശക്തമായ മാരത്തോൺ ചർച്ചകളെ തുടർന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചു. സർക്കാർ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം അനുവദിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രൈക്ക് സെറ്റിൽമെൻറ്റിന് സർക്കാർ തയ്യാറായി. ആ രീതിയിൽ നമ്മൾ ആ സമരം പൂർണ്ണമായിട്ട് വെച്ച് നമുക്കന്ന് ഇതിനു മുന്നുള്ള പേപ്പർ കട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാം, ഡോക്ടർമാർക്ക് 5,000 മുതൽ 8,000 രൂപ വരെ ശമ്പള വർധനവ് ലഭിക്കുമെന്നാണ് ഈ പത്രക്കാർ തന്നെ കണ്ടെത്തിയത്. ആ രീതിയിലുള്ള ഒരു സെറ്റിൽമെൻറ്റിനാണ് നമുക്ക് എത്താൻ സാധിച്ചത്. ആ സെറ്റിൽമെൻറ്റിൽ നമ്മളെത്തിയ മെയ് 21 നമ്മളിപ്പോൾ എല്ലാ വർഷവും വിക്ടറി ഡേ ആയിട്ട് KGMA ആചരിച്ചു വരികയാണ്. തുടർന്ന് 8-ാം ശമ്പള പരിഷ്കരണത്തിൽ നമ്മൾ ആ സമരത്തിൻ്റെ ഫലമായിട്ട് നമുക്കൊരു കോമൺ സ്പെഷ്യൽ അലവൻസ് ആണ് ലഭിച്ചത്. എല്ലാ ആൾക്കാർക്കും ഒരു സ്പെഷ്യൽ അലവൻസ്, കോമൺ സ്പെഷ്യൽ അലവൻസ് എന്നുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അസിസ്റ്റൻറ്റ് സർജൻ ലെവലിൽ 3,400 സിവിൽ സർജൻ ലെവലിൽ 3,600 അതിന് മുകളിലേക്ക് അതുപോലെ തത്തുല്യമായി ഉള്ള തുക നമുക്ക് കോമൺ സ്പെഷ്യൽ അലവൻസ് ആയിട്ട് ലഭിച്ചു. അത് കൂടാതെ ഒരു ഇൻക്രിമെൻ്റ് സ്പെഷ്യൽ പേ ആയിട്ടും ലഭിച്ചു. ഈ 2 കാര്യങ്ങൾ നമുക്ക് തുടർന്ന് വരുന്ന പേ റിവിഷനിൽ ശമ്പളത്തോട് മെർജ് ചെയ്യും എന്നുള്ള ഒരു വാഗ്ദാനവും ആ ഉത്തരവിലുണ്ടായിരുന്നു. 8-ാം ശമ്പള പരിഷ്കരണത്തെ തുടർന്നുള്ള നമ്മുടെ പേ ഇതാണ്. തുടർന്ന് 2010-ലാണ് 9-ാം ശമ്പള പരിഷ്കരണം വരുന്നത്. എന്നാൽ 2010 ഫെബ്രുവരിയിൽ 9-ാം ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള കമ്മീഷനെ നിയോഗിച്ചു. നമ്മൾ അറിയുന്ന പോലെ തന്നെ 2010 മെയ് 29-ാം തീയതി നമ്മുടെ കേഡർ സിസ്റ്റം, ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്പെഷ്യാലിറ്റി കേഡർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വന്നു. കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഡിസംബർ 31-നാണ്.
പക്ഷേ കമ്മീഷൻ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സ്പെഷ്യാലിറ്റി കേഡറിനെ പറ്റി അവർക്ക് പഠിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേഡറിന് യാതൊരുവിധ പ്രത്യേക ആനുകൂല്യങ്ങളും നൽകാൻ അവർക്ക് പറ്റില്ല. അവർക്ക് പഴയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയാവൂ, പുതിയ കേഡറിനെ കുറിച്ചൊന്നും അവർക്കറിയില്ല എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ സ്പെഷ്യാലിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ നമുക്ക് ഈ പേ റിവിഷനിൽ കിട്ടിയില്ല. കൂടാതെ നമുക്ക് ആൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന കോമൺ സ്പെഷ്യൽ അലവൻസും സ്പെഷ്യൽ പേയും മെർജ് ചെയ്തുമില്ല, എടുത്തു കളയുകയും ചെയ്തു, കാണുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിലാണ് നമുക്ക് ശക്തമായ പ്രൊട്ടസ്റ്റിലേക്ക് വീണ്ടും പോകേണ്ടി വന്നത്. 2011 നമ്മൾ 1 മണിക്കൂർ OP ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് ഫെബ്രുവരി 24 നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തു. അതേ തുടർന്ന് 26 ഫെബ്രുവരിയിൽ വേറൊരു ഉത്തരവ് വന്നു. അതിൽ കൂടുതൽ കുഴപ്പങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും സമരത്തിലേക്ക് പോകേണ്ടത് ഫെബ്രുവരി 27 മുതൽ നമ്മൾ ഒരു വഞ്ചനാ ദിനം ആചരിച്ചുകൊണ്ട് നോൺ കോഓപ്പറേഷൻ സമരത്തിലേക്ക് പോയി. തുടർന്ന് മാർച്ച് 25 സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ ധർണ നടത്തി. അതിൻ്റെ ദൃശ്യങ്ങളാണ്. തുടർന്ന് നമ്മൾ ഒരു 1 ഡേ ടോക്കൺ സ്ട്രൈക്ക് മെയ് 3 1 ഡേ ടോക്കൺ സ്ട്രൈക്ക് നടത്തി. എന്നിട്ട് ജൂൺ 10 മുതൽ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിനായിട്ട് നമ്മൾ ആഹ്വാനം ചെയ്തു. സർക്കാരുമായിട്ടുള്ള ചർച്ചകളെ തുടർന്ന് ഈ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് നമ്മൾ ജൂലൈ 30 വരെ നീട്ടിവെച്ചു. വീണ്ടും തുടർച്ചയായിട്ടുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരുന്നു. ജൂലൈ 30 നമ്മൾ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് മാറ്റിവെക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞ് നമ്മളൊരു ചർച്ച നടത്തിയതിനെ തുടർന്ന് ജൂലൈ 28 നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ ഇറക്കി. സർക്കാർ നമ്മുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി. അങ്ങനെ നമുക്ക് നമ്മുടെ കോമൺ സ്പെഷ്യൽ അലവൻസിൻ്റെ 76% നമ്മുടെ ബേസിക് പേയിൽ സബ്സ്യൂം ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറങ്ങി. ബേസിക് പേയിൽ ഇത് സബ്സ്യൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് DAയും കൂടി ചേർത്ത് കഴിയുമ്പോൾ, നിലവിലുള്ള DAയും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഇത് 100% ആകും എന്നുള്ള രീതിയിലാണ് 76% കോമൺ സ്പെഷ്യൽ അലവൻസിൻ്റെ നമ്മുടെ ബേസിക് പേയിലേക്ക് സബ്സ്യൂം ചെയ്തത്. മാത്രമല്ല സ്പെഷ്യാലിറ്റി കേഡറിലുള്ള ഡോക്ടർമാർക്കും അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലുള്ള ഡോക്ടർമാർക്കും 3 കറണ്ട് ലെവൽ ഓഫ് പേയിൽ 3 ഇൻക്രിമെൻറ്റും അനുവദിച്ചു. കാഷ്വാലിറ്റി MOസിന് 2 ഇൻക്രിമെൻറ്റ് അനുവദിച്ചു. അതുവരെ എടുത്ത എല്ലാ ഡിസിപ്ലിനറി ആക്ഷൻസും അവസാനിപ്പിച്ചു. സ്പെഷ്യൽ പേ പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെയുള്ള സ്പെഷ്യൽ പേ നമുക്ക് ലഭ്യമായില്ല. അന്നത്തെ പേ സ്കെയിലാണ്. തുടർന്ന് 2016 10ാം ശമ്പള പരിഷ്കരണം വരുന്നു. സ്വാഭാവികമാണ്, നേരത്തെയുള്ള ശമ്പള പരിഷ്കരണം നടന്നുകൊണ്ടിരുന്നത് പോലെ തന്നെ നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന കോമൺ സ്പെഷ്യൽ അലവൻസിന് സബ്സ്യൂം ചെയ്തൊക്കെ കിട്ടിയ നമ്മുടെ ഒരു ഹയർ സ്റ്റാർട്ട് ഞാനത് ഇവിടെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. കോമൺ സ്പെഷ്യൽ അലവൻസ് ഈ 76% കോമൺ സ്പെഷ്യൽ അലവൻസ് നമ്മുടെ ബേസിക് പേയിൽ സബ്സ്യൂം ചെയ്തുകൊണ്ട് നമുക്കൊരു ഹയർ സ്റ്റാർട്ടാണ് അനുവദിച്ചത്. അപ്പോൾ എല്ലാ ബേസിക് പേയിൽ വ്യത്യാസമില്ല. പകരം ബേസിക് പേയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ആ കോമൺ സ്പെഷ്യൽ അലവൻസ് സബ്സ്യൂം ചെയ്ത ഒരു ഹയർ സ്റ്റാർട്ട് നമുക്ക് കിട്ടും. മാത്രമല്ല അന്നുണ്ടായിരുന്ന എല്ലാവരുടെയും ശമ്പളത്തിൽ ആ കോമൺ സ്പെഷ്യൽ അലവൻസ് 76% സബ്സ്യൂം ചെയ്തുകൊണ്ടുള്ള 2-3 ഇൻക്രിമെൻറ്റ് 5 ഇൻക്രിമെൻറ്റ് 6 ഇൻക്രിമെൻറ്റ് വർദ്ധിക്കുന്ന രീതിയിൽ ശമ്പള വർധനവും അനുവദിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കിട്ടിയ, അതായത് ഒരു ഹയർ സ്റ്റാർട്ട് അസിസ്റ്റൻറ്റ് സർജൻ ലെവലിൽ 6 ഇൻക്രിമെൻറ്റിൻ്റെ ഹയർ സ്റ്റാർട്ടും സിവിൽ സർജൻ ലെവലിൽ 5 ഇൻക്രിമെൻറ്റ് ഹയർ സ്റ്റാർട്ട്, അതിന് മേലോട്ട് 5 ഇൻക്രിമെൻറ്റ് ഹയർ സ്റ്റാർട്ടുമാണ് നമുക്കന്ന് കിട്ടിയിരുന്നത്. എന്നാൽ ഈ ഹയർ സ്റ്റാർട്ട് ഒന്നും 10ാം ശമ്പള പരിഷ്കരണത്തിൽ നമുക്ക് കിട്ടിയില്ല. എന്ന് മാത്രമല്ല 10ാം ശമ്പള പരിഷ്കരണത്തിൽ വേറൊരു ചെറിയ പ്രശ്നം കൂടി സർക്കാർ കാണിച്ചു. എന്ന് വെച്ചാൽ അന്ന് എല്ലാ ജീവനക്കാർക്കും, നമുക്ക് മാത്രമല്ല എല്ലാ ജീവനക്കാർക്കും 2 സ്റ്റേജ് താഴ്ത്തി വെച്ചിട്ടാണ് ശമ്പളം പുതിയ സ്കെയിലുകൾ അനുവദിച്ചത്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ അന്നത്തെ കണക്കിന് അന്നത്തെ DA മെർജ് ചെയ്തിട്ട് വെയിറ്റേജ് DA ഒക്കെ മെർജ് ചെയ്തിട്ട് നമ്മൾ പേ ഫിക്സ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേജിലെത്തും. അതായത് ഇപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് സർജൻ്റെ ഏറ്റവും താഴത്തെ ശമ്പളം, അസിസ്റ്റൻറ്റ് സർജൻ്റെ ബേസിക് പേ തുടങ്ങുന്ന ലെവൽ, അത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ പറയുമ്പോൾ 45,800 രൂപ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ അടുത്ത ലെവലിലേക്ക് 24,040 രൂപ നമ്മൾ ഇതിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന 51,000 രൂപയിലെത്തും. പക്ഷേ സർക്കാരിൻ്റെ സ്കെയിൽ അനുസരിച്ച് ആ സ്കെയിലിൻ്റെ ലോവർ ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 49,000 ആ രീതി 45,000 ആ രീതിയിൽ എല്ലാ സ്കെയിലും ആ ഒരു വ്യത്യാസം ഉണ്ട്. ഈ സിവിൽ സർജൻ്റെ സ്കെയിൽ 36,140 നമ്മൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്തുന്നത്
ഈ 68,700 അതിന് 2 സ്റ്റേജ് ഫ്രണ്ടിലാണ് എത്തുന്നത്. പക്ഷേ അവർ ഫിക്സ് ചെയ്യുമ്പോൾ അത് ഈ 2 സ്റ്റേജ് താഴ്ത്തിയിട്ടാണ് സ്കെയിൽ നൽകിയപ്പോൾ അനുവദിച്ചപ്പോൾ 2 സ്റ്റേജ് താഴ്ത്തിയിട്ടാണ് സ്കെയിൽ അനുവദിച്ചത്. അത് നമുക്ക് മാത്രമല്ല എല്ലാ ജീവനക്കാർക്കും ഈ ഓരോ സ്കെയിലിലെയും ലോവർ ലിമിറ്റ് താഴ്ത്തിയാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്കെയിലിലും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രൊമോഷനായിട്ട് പുതിയ സ്കെയിലിലേക്ക് വരുന്ന ആൾക്കാർക്ക് എല്ലാം 2 ഇൻക്രിമെന്റ് കുറയുന്ന രീതിയിലുള്ള ഒരു കുറവുണ്ടായി. അപ്പം അത് വളരെ എവിഡൻ്റ് ആയിരുന്നു. കാരണം അത് ആ ശമ്പള പരിഷ്കരണത്തിന് തൊട്ട് മുമ്പ് ഈ ഇൻക്രിമെന്റ് ഈ പ്രൊമോഷൻ കിട്ടുന്ന ആൾക്ക്, അല്ലെങ്കിൽ ആ സ്കെയിലിലേക്ക് കയറുന്ന ആൾക്ക് കിട്ടുന്ന ശമ്പള പരിഷ്കരണ ഉത്തരവ് ഇറങ്ങിയ 1/7/2014 തൊട്ട് ശേഷം, അന്നോട്ടാണ് ഇംപ്ലിമെന്റ്, തൊട്ട് ശേഷം പ്രൊമോഷൻ കിട്ടുന്ന ഒരാൾക്ക്. അപ്പോൾ ആ 2 പേരെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ശമ്പളത്തിൽ ശേഷം കിട്ടുന്ന ആൾക്ക് വളരെ വലിയ ഒരു കുറവുണ്ടായി, 2 ഇൻക്രിമെന്റിന്റെ കുറവുണ്ടായി. അതെല്ലാ ജീവനക്കാർക്കും ഉണ്ടായതാണ്, നമുക്ക് മാത്രം ഉണ്ടായതല്ല. എങ്കിലും നമ്മളാണ് അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചത്. KGMO ശക്തമായ സമരങ്ങളിലേക്ക് പോയി, ശക്തമായ പ്രൊട്ടസ്റ്റുകൾ നടത്തി, നമ്മൾ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തി. മെയ് ദിനത്തിന് മെഡിക്കൽ ക്യാമ്പ് നടത്തി, സോളിഡാരിറ്റി ഡേ ആചരിച്ചു, ധർണ നടത്തി, സെക്രട്ടേറിയറ്റ് ധർണ നടത്തി, കൂട്ട ഉപവാസം നടത്തി, നോൺ കോപ്പറേഷൻ സ്ട്രൈക്ക് ആരംഭിച്ചു. ഓണം ദിവസത്തിൽ നമ്മൾ ഓണം ഫാസ്റ്റിംഗ് ആചരിച്ചു. ടോക്കൺ സ്ട്രൈക്ക് അനൗൺസ് ചെയ്തു. 27 സെപ്റ്റംബറിന് ടോക്കൺ സ്ട്രൈക്ക് അനൗൺസ് ചെയ്തു. തുടർന്ന് ചർച്ചകൾ നടത്തി. 22 സെപ്റ്റംബർ 2016 നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങി. അപ്പോൾ അതനുസരിച്ച് എല്ലാ കേഡേഴ്സിലും നമുക്ക്, എല്ലാ കാറ്റഗറിയിലും നമുക്ക് ഹയർ സ്റ്റാർട്ട് അനുവദിച്ചു. കാഷ്വാലിറ്റി അലവൻസ് എൻഹാൻസ് ചെയ്തു. മാത്രമല്ല നമുക്ക് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് കിട്ടുന്നവർക്ക് പേഴ്സണൽ പേ അനുവദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 1/7/2014 ശേഷം ടൈം ബൗണ്ട് ഹയർ ഗ്രേഡോ പ്രൊമോഷനോ കിട്ടുന്നവർക്ക്, ഈവൻ ഈ പറഞ്ഞ ഈ ഒരു ഹയർ സ്റ്റാർട്ട് കിട്ടിയാൽ പോലും അതിന് തൊട്ട് മുമ്പ് കിട്ടുന്നവരെക്കാളും 2 ഇൻക്രിമെന്റ് താഴെ നിൽക്കത്തുള്ളൂ. അതിന്റെ പ്രശ്നം ഈ എല്ലാവരുടെയും സ്കെയിലുണ്ടായ കുറവാണ്. അപ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് ഒരു ഇൻക്രിമെന്റ് പേഴ്സണൽ പേ ആയിട്ട് ഒന്ന് ലഭിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാത്രമാണ് ആ ഒരു ഇൻക്രിമെന്റ് പേഴ്സണൽ പേ ആയിട്ട് നമുക്ക് മാത്രമാണ് അത് ലഭിച്ചത്. അപ്പോൾ ആ ഒരു പേഴ്സണൽ പേ നമുക്ക് ചിലർക്കെങ്കിലും ഇപ്പോഴും കിട്ടുന്നുണ്ട്. അത് അന്നത്തെ സ്കെയിലാണ്. തുടർന്ന് ഈ കഴിഞ്ഞ പേ റിവിഷൻ, 11ാമത്തെ പേ റിവിഷൻ നമ്മൾ അറിയുന്ന പോലെ 11ാമത്തെ 11th പേ റിവിഷൻ 2021 കോവിഡിനെതിരെ ഇടയിലായിരുന്നു. അപ്പോൾ അതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കി. ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നുവെങ്കിലും വളരെ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കി, കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കി. ഏറ്റവും പ്രധാനമായിട്ടും അസിസ്റ്റന്റ് സർജൻസിന്റെ ഹയർ സ്റ്റാർട്ടിൽ കുറച്ചൊന്ന് കൈയിട്ട് വരാൻ ശ്രമിച്ചു. PG ഇല്ലാത്തവർക്ക് അലവൻസ് ഹയർ സ്റ്റാർട്ട് വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടായി. ഇത് ശരിക്കും പറഞ്ഞാൽ ബാക്കി സിവിൽ സർജൻ മേളിലോട്ടുള്ള എല്ലാവർക്കും ഹയർ സ്റ്റാർട്ട് ഉണ്ട്, അസിസ്റ്റന്റ് സർജൻ ലെവലിൽ മാത്രം PG ഉണ്ടെങ്കിലേ ഹയർ സ്റ്റാർട്ട് ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം. പിന്നെ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് അനുവദിക്കുന്നില്ല, പകരം കരിയർ അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം തരുമെന്നുള്ളൊരു വാഗ്ദാനം. പിന്നെ റേഷ്യോ പ്രൊമോഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ചാർജ് അലവൻസ്, MOSന്റെ ചാർജ് അലവൻസ് എടുത്തു കളഞ്ഞു. കോമ്പൻസേറ്ററി അലവൻസ് ചാർജ് ഉള്ളവർക്ക് മാത്രമാക്കി. റൂറൽ അലവൻസ്, ഡിഫിക്കൽട്ട് റൂറൽ അലവൻസ്, കാഷ്വാലിറ്റി അലവൻസ് ഒന്നും വ്യത്യാസമൊന്നും വരുത്തിയില്ല. ആ രീതിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മളത് അറിയുന്ന പോലെ തന്നെ നമ്മൾ അടുത്ത കാലത്ത് സംഭവിച്ചാണ്, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമ്മൾ കോവിഡിന്റെ സമയത്ത് വളരെ ശക്തമായ പ്രതിഷേധമാണ് അതിനെതിരെ നടത്തിയത്. തുടർ സമരം, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രതിഷേധമാണ് നമ്മൾ അതിനു വേണ്ടി നടത്തിയത്. നോൺ കോപ്പറേഷൻ സ്ട്രൈക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ജില്ലാതല DMO ഓഫീസിലും കളക്ടറേറ്റിലുമൊക്കെ നമ്മൾ ധർണ നടത്തി. തുടർന്ന് നമ്മൾ ഹങ്കർ സ്ട്രൈക്ക് നടത്തി, സമരം നടത്തി. തുടർച്ചയായ നിൽപ്പ് സമരം, 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ നിൽപ്പ് സമരം നടത്തി. ഇത് അതിൻ്റെ ഫോട്ടോസാണ്. സമരം ചെയ്യുന്ന ഡോക്ടർമാരോട് കോവിഡിനെതിരെ സമരം അംഗീകരിക്കാനാവില്ല, വിട്ടുവീഴ്ചയില്ല എന്നൊക്കെയാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ നമ്മൾ സെക്രട്ടേറിയറ്റ് മാർച്ച്, വാഹന പ്രചരണ ജാഥ, തുടർന്ന് മാസ് കാഷ്വൽ ലീവ് എടുത്ത് ജനുവരി 18 മുതൽ ഒരു സമര പ്രഖ്യാപനം ഒക്കെ നടത്തി. ഡിസ്കഷൻസ് നടന്നു. തുടർന്ന് നമുക്ക് സർക്കാർ നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനത്തിലെത്തി. നമ്മൾ അറിയുന്ന പോലെ ഈ ഒരു ഓർഡർ നമുക്ക് ഏറ്റവും അവസാനം ഇതിന് വേണ്ടിയിട്ട് ലഭിച്ചതാണ്. അതുകൊണ്ടാണ് അതവിടെ കാണിച്ചത്. നമ്മൾ അറിയുന്ന പോലെ തന്നെ നമുക്ക്
നമ്മുടെ റേഷ്യോ പ്രൊമോഷൻ 3:1 നമുക്ക് തിരിച്ച് ലഭിച്ചു. റൂറൽ അലവൻസ്, ഡിഫിക്കൽട്ട് റൂറൽ അലവൻസ് എല്ലാം 10% ഹൈക്ക് ചെയ്തു. അതുകൂടാതെ എൻട്രി ലെവലിലെ മെഡിക്കൽ ഓഫീസർമാർക്ക് ഉണ്ടായിരുന്ന പ്രശ്നം അതെടുത്ത് മാറ്റി. അസിസ്റ്റൻസ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് റീഇൻസ്റ്റേറ്റ് ചെയ്തു. ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് മതി എന്ന് പറഞ്ഞു. ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് റീഇൻസ്റ്റേറ്റ് ചെയ്തു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ ഒരു സെറ്റിൽമെൻറ്റ് നമുക്കെത്തി. അതിനെ തുടർന്നാണ് ഇപ്പോൾ നമ്മൾ 12ാം ശമ്പള പരിഷ്കരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കണ്ടതുപോലെ തന്നെ തുടർച്ചയായ ഇടപെടലുകൾ, തുടർച്ചയായ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, അതിനെ തുടർന്ന് സർക്കാർ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്ന രീതിയിൽ ഉള്ള ഇടപെടലുകൾ, ആ രീതിയിലാണ് നമ്മൾ ഇത്രയും നാൾ മുന്നോട്ട് വന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ലെവലിൽ എത്തിയത്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇനിയുള്ള മുന്നൊരുക്കങ്ങൾ, ഏത് രീതിയിലാണ് അടുത്ത പേ റിവിഷനെ നമ്മൾ നോക്കിക്കാണാനായിട്ട് പോകുന്നത്, തുടർന്നിട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് ഡോക്ടർ ശബരി സംസാരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എനിക്ക് സമയം അനുവദിച്ചു തന്ന KJMO സംസ്ഥാന നേതൃത്വത്തോടും സർവീസ് സെല്ലിനോടും ഉള്ള എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി. താങ്ക് യു അരുൺ. സന്തോഷ് സാർ, ഒരു മിനിറ്റ് തരാമോ? ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളോടൊന്ന് പറയാം. ഇപ്പൊ ഡോക്ടർ അരുൺ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു. അതിനകത്ത് എല്ലാവർക്കും സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, കാര്യം ഈ നമ്മളെ 93-ലെ സമരം കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ കാര്യം ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ JC ആയാലും കൺസൾട്ടന്റ് ആയാലും എല്ലാവർക്കും ഇപ്പൊ JC ഇരിക്കുന്ന ആൾക്ക് 15 വർഷമാണെങ്കിൽ അയാൾക്ക് പ്രൊമോഷൻ കിട്ടാതെ തന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ സീനിയർ കൺസൾട്ടന്റിന്റെ സാലറി വാങ്ങിക്കുന്നുണ്ട്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് 8 വർഷവും 15 വർഷവും. അത് ഈ പ്രതാപൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഈ പറഞ്ഞ 8ാമത്തെ വർഷം ഈ പറഞ്ഞ നല്ലൊരു ചാട്ടം നമുക്ക് സാധ്യമായത്. പറഞ്ഞ 8ാമത്തെ വർഷത്തെ ഏറ്റവും കൂടുതൽ ഹൈക്ക് വരുന്നത് ആ സമയത്താണ്. അത് കഴിഞ്ഞിട്ട് 15ാമത്തെ വർഷം ഉണ്ട് വ്യത്യാസം വരുന്നത്. ഈ 2 ഹയർ ഗ്രേഡ് സാധ്യമാക്കിയത് ഈ പ്രതാപൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയതായിട്ട് ബന്ധപ്പെട്ടാണ്. അത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. കാര്യം അത്രയും ബെനിഫിറ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും. 7ാം വർഷത്തിൽ നിന്ന് ഒരാൾ 8ാം വർഷം ആകുമ്പോഴത്തേക്ക് എത്ര സാലറിയാണ് വ്യത്യാസം വരുന്നതെന്ന് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞതിനകത്ത് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം, ഈ നമ്മുടെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ബെനിഫിറ്റിന്റെ എല്ലാം അടിസ്ഥാനമായിട്ട് നടന്ന സംഭവം ഈ 2008-ലെ സമരത്തിന്റെ വിക്ടറി ഡേയുടെ ഇതാണ്. ആ ഹയർ സ്റ്റാർട്ട് കിട്ടാനുള്ള കോമൺ സ്പെഷ്യൽ അലവൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നതാണ് ഹയർ സ്റ്റാർട്ടിന് കാരണം. പക്ഷെ അന്ന് നമുക്ക് ആ 2011-ലെ പേ റിവിഷനില് സ്കെയില് വന്നപ്പോഴ് ശരിക്കും നമ്മുടെ സ്കെയില് 11,910 പ്ലസ് 2 ഇൻക്രിമെന്റിന്റെ ഒരു ഹയർ സ്റ്റാർട്ടുള്ള ഒരു എമൗണ്ട് ആയിരുന്നു. പക്ഷെ നമുക്ക് റിവിഷൻ ചെയ്ത് കിട്ടിയപ്പോൾ 24 സംതിങ്ങിലെ സ്കെയിലാണ് വന്നത്. പക്ഷെ ആ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഈ 13,000-ന്റെ കറസ്പോണ്ടിങ് സ്കെയിലായിട്ട് അതിന്റെ മുകളിലാണ് നമുക്ക് ഹയർ സ്റ്റാർട്ട് വന്നത്. ആ ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാൻ വേണമെന്ന് വിചാരിച്ച അതാണ് കാര്യം. നമ്മുടെ ഈ പറഞ്ഞ കണക്ക് 11,910-ന്റെ സ്കെയിലിന്റെ പുറത്ത് കോമൺ സ്പെഷ്യൽ അലവൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നതല്ല, അതിന് മുകളിലുള്ള സ്കെയിലിന്റെ പുറത്താണ് ഇത് വന്നത്. അതായത് 24 എന്ന് പറഞ്ഞാല് ഒരു 13,910 എന്നുള്ള എമൗണ്ടിന്റെ റിവിഷനാണ് 24,000 തുടങ്ങുന്ന സ്കെയിൽ. അതിന്റെ മുകളിലാണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എമൗണ്ട് വന്നത്. അപ്പൊ ആ ഒരു വലിയ ബെനിഫിറ്റ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ 2008-ലെ വിക്ടറി ഡേ എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന സമരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നടന്ന ഓരോ സമരത്തിലും ഈ പറഞ്ഞ ഹയർ സ്റ്റാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴാണ് നമ്മളെല്ലാം സമരത്തിലേക്ക് പോകേണ്ടി വന്നതും. അത് നിലനിർത്താൻ വേണ്ടിയുള്ള സമരമായിരുന്നു എല്ലാം. അതെല്ലാം നമ്മൾ വിജയിക്കുകയും ചെയ്തു. ഇനി വരുന്ന പെർവിഷൻ വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ബെനിഫിറ്റ് കട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഓരോ പ്രാവശ്യവും നടന്നിട്ടുണ്ട്. അതിനെ ചെറുത്ത് തോൽപ്പിക്കുകയാണ് നമ്മൾ തുടർന്ന് ചെയ്തിട്ടുള്ളത്. താങ്ക് യു. താങ്ക് യു ഡോക്ടർ അനൂപ്. ഓവർ ടു ഡോക്ടർ ശബരി. സർ ഓഡിബിൾ ആണ് സാർ? ഓഡിബിൾ ആണ്. Okay, sir. Okay, respected state treasurer and senior leaders, academic cell chairperson സന്തോഷ് sir, ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ KJMOയുടെ ശമ്പള പരിഷ്കരണ ചരിത്രത്തിനെ പറ്റി സമഗ്രമായ ഒരു ചരിത്രം അവതരിപ്പിച്ച സർ അരുൺ ജോൺ സർ, എല്ലാവർക്കും നമസ്കാരം. എല്ലാ മെമ്പർമാർക്കും നമസ്കാരം.
ഡോക്ടർ അരുൺ സർ ഇവിടെ വളരെ വിശദമായിട്ടും അദ്ദേഹം വളരെയധികം ഗൃഹപാഠം ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഇത്രയും ചരിത്രപരമായ വസ്തുതകൾ കണ്ടെത്തുകയും അത് ഒരു ക്രമത്തില് അത് പ്രസന്റേഷനായി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം ശ്രമകരമായ ഒരു വസ്തുതയാണ്. എങ്കിലും ഓരോ സർക്കാർ ഡോക്ടറും KGM മെമ്പറും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യമുള്ള ചില വസ്തുതകളാണ് അവ. അതില് പറഞ്ഞതുപോലെ തന്നെ നമ്മള് കേരള ഗവൺമെന്റ് ഡോക്ടർമാർക്ക് ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്ന അഭിമാനത്തോടു കൂടി പറയുന്ന ശമ്പളത്തിലുള്ള നമ്മുടെ പല അവകാശങ്ങളും വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി നമ്മൾ നേടിയെടുത്തതാണ്. ഓരോ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുമ്പോഴും ആ ആനുകൂല്യങ്ങൾ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ശ്രമങ്ങൾ നടത്തുന്ന ആ ഒരു ഇൻവിസിബിൾ ഫോഴ്സ് അതെപ്പോഴും നമുക്കെതിരെ ഉണ്ടാവും. അതിന് രാഷ്ട്രീയപരമായ മാനങ്ങളില്ല. എപ്പോഴും ആ ഒരു ശക്തികൾ നമുക്കെതിരെ ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങേണ്ട ആവശ്യമുണ്ട്. നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മളെ സർക്കാർ ഡോക്ടർമാരെ, ഹെൽത്ത് സർവീസ് ഡോക്ടർമാരെ ശമ്പളത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് വ്യത്യസ്തത അനുഭവിക്കുന്നു വെച്ചാൽ നമുക്ക് അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കൊരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സാലറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ, വെറ്ററിനറി സർജൻ, സർക്കിൾ ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ, ഇവരുടെയൊക്കെ ഇൻസ്പെക്ടർ, ഇവരുടെ ഒക്കെ പേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബേസിക് പേ എന്ന് പറഞ്ഞാൽ 55,200 രൂപയാണ്. അതേസമയം ഒരു അസിസ്റ്റന്റ് സർജൻ സർവീസിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി 71,600 രൂപ. വളരെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ കാലം മുമ്പ് തന്നെ ഈ ഹയർ സ്റ്റാർട്ട് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് KGMക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റി. കാരണം നമ്മൾ ഡോക്ടർമാർ വളരെ കാലത്തെ പഠിത്തത്തിന് ശേഷമാണ് നമ്മൾ സർവീസിൽ കയറുന്നത്. നമ്മൾക്ക് ഒത്തിരി അഡ്മിനിസ്ട്രേറ്റീവ് ആസ് വെൽ as ക്ലിനിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ജോലിയുടെ പ്രാധാന്യം ഇതെല്ലാം സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഹയർ സ്റ്റാർട്ട് എന്നുള്ള കൺസെപ്റ്റ് ഏതാണ്ട് 1990, 1988, 89 കാലഘട്ടത്തിൽ തന്നെ ഏതെങ്കിലും ചില പോസ്റ്റുകൾ, കാഡർ പോസ്റ്റുകളിലെങ്കിലും ഏതെങ്കിലും ചില പ്രൊമോഷൻ പോസ്റ്റുകളിൽ നമുക്ക് ഹയർ സ്റ്റാർട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഈ ഹയർ സ്റ്റാർട്ടിനെ പല രീതിയിൽ കോമൺ സ്പെഷ്യൽ അലവൻസുകൾ നമുക്ക് കിട്ടി. അതിനെ ഇതിലേക്ക് സാറ് പറഞ്ഞതുപോലെ അതിലേക്ക് സബ്സ്യൂം ചെയ്തുകൊണ്ട് ഹയർ സ്റ്റാർട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. മറ്റൊന്ന് നമുക്ക് സ്പെഷ്യൽ പേ ആണ്. അതായത് അതായത് സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആസ് വെൽ as സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നൽകുന്ന സ്പെഷ്യൽ പേ ആണ്. പിന്നെ മറ്റ് അലവൻസുകളാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ഈ 12ാം ശമ്പളം, കാരണം നമ്മൾ ഈ കഴിഞ്ഞ എല്ലാ ശമ്പള പരിഷ്കരണത്തിലും സംഘടനയെ ഒരു പരിധിവരെ ശക്തമായി ഈ നിലനിർത്തുന്നത് തന്നെ ഈ ശമ്പള പരിഷ്കരണങ്ങളിൽ നമുക്കെതിരെ വന്ന പ്രതിലോമകരമായ നിലപാടുകളാണ്. ഓരോ ശമ്പള പരിഷ്കരണത്തിന് ശേഷവും സംഘടന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മൾ തട്ടിയെടുക്കുകയും അതിനുശേഷം സംഘടന വളരെ നല്ല രീതിയിലുള്ള സമര പരിപാടി ആസൂത്രണം ചെയ്യും. അത് തന്നെയാണ് KGMയുടെ ഇത്രയും വലിയ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 12ാം ശമ്പള പരിഷ്കരണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കെ നമ്മൾക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത് 3 വിഷയങ്ങൾ. അതായത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടർമാർ വളരെ യാതനകൾ സഹിച്ചുകൊണ്ട് നേടിത്തന്നിരിക്കുന്ന നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ, അതൊരു ആനുകൂല്യമെന്ന് ഞാൻ പറയില്ല, ഒരു അവകാശങ്ങൾ ഒരു തരി പോലും വിട്ടുകൊടുക്കാത്ത രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടത്. രണ്ടാമത്, ഈ 11ാം ശമ്പള പരിഷ്കരണം ഉണ്ടായപ്പോൾ നമുക്കറിയാം കോവിഡ് സമയത്താണ്. അപ്പൊ അതിൽ നമ്മൾക്ക് പല അനോമലീസ് ഉണ്ടായിരുന്നു. അതായത് ഈ ഹയർ സ്റ്റാർട്ട് നിജപ്പെടുത്തുന്നതും അതിന്റെ ഒരു ഇൻക്രിമെന്റ് നമുക്ക് കിട്ടിയ പേഴ്സണൽ പേയുടെ വിഷയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഒരു പരിധി വരെ നമ്മൾ KGMക്ക് മാത്രമാണ് 11ാം ശമ്പള പരിഷ്കരണത്തിൽ ഉണ്ടായിട്ടുള്ള ലോസ്, അനോമലികൾ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് മാത്രമാണ്. മറ്റ് സംഘടനകൾക്കൊന്നും അവർക്കൊന്നും ആ ശമ്പള പരിഷ്കരണത്തിൽ ഉണ്ടായ നഷ്ടങ്ങൾ നികത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ആ കോവിഡ് സമയത്താണെങ്കിൽ കൂടിയും അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്കിലും ചില അനോമലികൾ അതിൽ നിലനിൽക്കുന്നുണ്ട്. മൂന്നാമതായി നമ്മൾക്ക് ചിന്തിക്കാനുള്ളത്, നമ്മൾക്ക് മെഡിക്കൽ സർവീസ് എന്നുള്ളത് ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഹയർ സ്റ്റാർട്ടും സ്പെഷ്യൽ പേയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ
മെഡിക്കൽ സർവീസ് എന്നുള്ളത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്നുള്ള ഒരു പൊതുബോധം സർക്കാരിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മളുടെ ജോലിയുടെ കാഠിന്യവും നമ്മൾ അനുഭവിക്കുന്ന റിസ്ക്കും മെഡിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റികളും മറ്റനവധി കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അലവൻസുകളായോ അല്ലെങ്കിൽ പേ ഹൈക്കായോ അല്ലെങ്കിൽ ഗ്രേഡുകളായോ എന്തെല്ലാം ആനുകൂല്യങ്ങൾ നമുക്ക് കൂട്ടായ പരിശ്രമത്തിൽ കൂടെ നമ്മൾക്ക് ഇനി നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ ബെനിഫിറ്റ്സ് നമ്മൾ കൂടുതൽ പറയേണ്ടത്, കാരണം നമ്മുടെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് എല്ലാവരും നല്ല ബോധമുണ്ട്. പക്ഷേ 11ാം ശമ്പള പരിഷ്കരണത്തിൽ നമുക്ക് ചില അനോമലികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒന്ന് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് നമ്മുടെ ഹയർ സ്റ്റാറ്റിലാണ്. 10ാം ശമ്പള പരിഷ്കരണത്തിൽ നമ്മൾ 8-15 വർഷത്തെ ഹയർ സ്റ്റാറ്റ്, ഈ ഹയർ സ്റ്റാറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്കൻഡ് പ്ലീസ്. കഴിഞ്ഞ വർഷം നമ്മൾ 2011 ശമ്പള പരിഷ്കരണത്തിൽ നമ്മൾക്ക് കിട്ടിയ ഹയർ സ്റ്റാറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ ഏറ്റവും ആദ്യം നമുക്ക് ഹയർ സ്റ്റാറ്റ് 10ാം ശമ്പള പരിഷ്കരണത്തിൽ നമുക്ക് കിട്ടിയ കോമൺ സ്പെഷ്യൽ അലവൻസ് നമ്മൾ ലയിപ്പിച്ചപ്പോൾ എൻട്രി കേഡറിൽ 5 ഇൻക്രിമെന്റുകളും അതിന് മുകളിലോട്ടുള്ള പ്രൊമോഷൻ പോസ്റ്റുകളിൽ 4 ഇൻക്രിമെന്റുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എങ്കിലും നമ്മൾക്ക് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കഴിഞ്ഞ 10ാം ശമ്പള പരിഷ്കരണം വന്നപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നേരത്തെ അരുൺ സാർ സൂചിപ്പിച്ചതുപോലെ 2 ഇൻക്രിമെന്റുകൾ കുറച്ചുകൊണ്ട് ഫിക്സ് ചെയ്തിരുന്നല്ലോ 2016-ൽ എല്ലാവർക്കും. അപ്പൊ ആ നഷ്ടം നികത്തുവാൻ വേണ്ടി ആണ് സെറ്റിൽമെന്റ്, നമ്മുടെ സെറ്റിൽമെന്റ് നികത്താൻ വേണ്ടി അതിന്റെ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ടാണ് ഒരു പേഴ്സണൽ പേ എന്ന രീതിയിൽ ഒരു ഇൻക്രിമെന്റ് നമുക്ക് എല്ലാ പ്രൊമോഷൻ പോസ്റ്റുകളിലും നമുക്ക് കിട്ടിയിരുന്നത്. അത് 8 അല്ലെങ്കിൽ 15 വർഷത്തെ ഹയർ സ്റ്റാറ്റിന്റെ കൂടെ 8ാം വർഷത്തെ ഹയർ സ്റ്റാറ്റിന്റെ കൂടെയും 15ാം വർഷത്തെ ഹയർ സ്റ്റാറ്റിന്റെ കൂടെയും ഒരു ഇൻക്രിമെന്റ് പേഴ്സണൽ പേ അനുവദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 8ാം വർഷത്തെ ഗ്രേഡ് കിട്ടുമ്പോൾ നമുക്ക് 5 ഇൻക്രിമെന്റുകളും 15ാം വർഷത്തെ ഹയർ സ്റ്റാർട്ട് കിട്ടുമ്പോൾ നമുക്ക് 6 ഇൻക്രിമെന്റുകളും കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് നിലവിലുണ്ട്. പേഴ്സണൽ പേ അടക്കമാണ് ഞാൻ പറഞ്ഞത്, പേഴ്സണൽ പേ അടക്കമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 10ാം ശമ്പള പരിഷ്കരണത്തിൽ ഉണ്ടായിട്ടുള്ള ആ ബേസിക് പേയിലുള്ള എല്ലാ കാറ്റഗറീസിലുള്ള ബേസിക് പേയിലെ ഡിപ്പ് ഒരു പരിധിവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ആ പേഴ്സണൽ പേ കിട്ടിയത്. പക്ഷെ എങ്കിലും ഈ പേഴ്സണൽ പേ നമുക്കിപ്പോ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ഹേർഡിലാണ് നിൽക്കുന്നത്. നമ്മൾ KGMA കുറെ രീതിയിലുള്ള കത്തിടപാടുകൾ നടത്തുകയുണ്ടായി. എങ്കിലും ഈ പേഴ്സണൽ പേ എന്ന് പറയുന്നത് നമ്മുടെ 2011 ശമ്പള പരിഷ്കരണം വന്നപ്പോൾ ഇതിൽ നമ്മുടെ ബേസിക് പേയിലേക്ക് ലയിപ്പിച്ചു എന്നുള്ള ഒരു വാദഗതി സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും ഈ പേഴ്സണൽ പേ 1/7/2019 ശേഷം ഗ്രേഡ് കിട്ടുന്നവർക്ക് അവരുടെ പ്രൊമോഷൻ പോസ്റ്റുകളിൽ പേഴ്സണൽ പേ കിട്ടുന്നില്ല. അതായത് 1/7/2019 മുമ്പ് 15ാം വർഷ ഗ്രേഡ് കിട്ടിയവർക്ക് ഇപ്പോഴും പേഴ്സണൽ പേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 1/7/2019 8 വർഷ ഹയർ ഗ്രേഡ് കിട്ടിയവർക്ക് ആ കഴിഞ്ഞ പേ റിവിഷൻ സമയത്ത് ആ പേഴ്സണൽ പേ കിട്ടുകയും സബ്സിക്വന്റ്ലി ഇപ്പോൾ അവർക്ക് 15ാം വർഷത്തെ ഗ്രേഡ് കിട്ടുമ്പോൾ ആ പേഴ്സണൽ പേ അവർക്ക് നഷ്ടമാവുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. തീർച്ചയായും ഇതൊരു നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ AG ആയിട്ടും കത്തിടപാട് നടത്തിയിരുന്നു. AG ഈ കാര്യം ഈ റെഫറൻസിന് വേണ്ടി ഗവൺമെന്റിന് ഇടുകയും ഗവൺമെന്റിന്റെ വാദഗതി എന്ന് പറയുന്നത് ഈ പേ പരിഷ്കരിച്ചപ്പോൾ പേഴ്സണൽ പേ സബ്സ്യൂംഡ് ഇതിൽ ലയിപ്പിച്ചു എന്നുള്ള വാദഗതി നിൽക്കുന്നു. പക്ഷെ അതില് ഫാക്ച്വലി അത് എററാണ്. കാരണം എങ്ങനെയാണ് ആ പേഴ്സണൽ പേയിൽ കിട്ടിയതെന്നും ആ പേഴ്സണൽ പേ നമ്മൾക്ക് എലിജിബിൾ ആണെന്നും, കാരണം സ്റ്റേജ് ടു സ്റ്റേജ് ആയിട്ടുള്ള ഫിക്സേഷൻ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ലീഗൽ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ KGMA കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി അതിനായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിയമപരമായ മാർഗങ്ങൾ നമ്മുടെ ലീഗൽ കമ്മിറ്റി അക്കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓൾമോസ്റ്റ് പെറ്റീഷൻ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറായിട്ടുണ്ട്. രണ്ടാമത് ഉള്ള നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് സ്പെഷ്യൽ പേയിലാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ പേയിൽ നമുക്കിപ്പോ ജൂനിയർ കൺസൾട്ടന്റ്, സീനിയർ
കൺസൾട്ടന്റ്, സീനിയർ കൺസൾട്ടന്റ് എന്നിവർക്ക് 6 ഇൻക്രിമെന്റുകളും ചീഫ് കൺസൾട്ടന്റിന് 6 ഇൻക്രിമെന്റും 600 രൂപയും എക്സ്ട്രാ ആണ് ഇപ്പോൾ കിട്ടി വരുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കേട്ട് എല്ലാ ഇൻക്രിമെന്റുകൾക്കും എല്ലാ പോസ്റ്റിലും 3 ഇൻക്രിമെന്റ് ആണ് സ്പെഷ്യൽ പേ കൊടുക്കുന്നത്. ഈ സ്പെഷ്യൽ പേയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സ്പെഷ്യൽ പേ ആദ്യം നമ്മൾ വിഭാവനം ചെയ്തപ്പോൾ ഈ കറണ്ട് ലെവൽ ഓഫ് പേയിലുള്ള ഇൻക്രിമെന്റുകളാണ് കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കൊടുക്കുന്ന സ്പെഷ്യൽ പേ ആ കറണ്ട് ലെവൽ ഓഫ് പേക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഇൻക്രിമെന്റുകൾ കൂട്ടുമ്പോഴുള്ള എമൗണ്ടിലും ഒരല്പം കുറവാണ് എന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഒരു അനോമലി ആയിട്ട് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് പേഴ്സണൽ പേയുടെ അനോമലിയും സ്പെഷ്യൽ പേയുടെ അനോമലിയും കറക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ള ആയിരിക്കണം നമുക്ക് നമ്മളുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, ഈ അനോമലി കറക്ഷനിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള വിഷയമാണ് നമ്മൾ വെക്കേണ്ടത്. അതിന് കൂടെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആദ്യം ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുകൂലം, കാരണം നമ്മൾ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന തിക്തമായ ഒരു കാര്യം ഇതാണ്. കാരണം ഓരോ പ്രാവശ്യവും ഓരോ ശമ്പള കമ്മീഷന് ശേഷവും നമ്മൾ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. പിന്നെ നമ്മൾ നമ്മൾ ഇപ്പൊ സംസാരിക്കുന്ന പല നമ്മൾക്ക് KGMOയുടെ ജനറൽ ബോഡികളിലും ഒക്കെ നമുക്ക് വരുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെയുള്ള ഒരു ഡൗട്ട് എന്ന് എന്തുകൊണ്ട് നമുക്ക് 3ാം ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ ഹയർ ഗ്രേഡിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ശരിക്കും 71,800 71,800 നമ്മുടെ ഹയർ സ്റ്റാർട്ട് ആണ്. അതിന്റെ 60 ആ സ്റ്റാർട്ടിങ് പേയിൽ ആ ലെവലിൽ വരുന്ന ഒരു കാറ്റഗറിക്കും ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് കേരള സർവീസിൽ ഇല്ല. ടീച്ചർമാർക്ക് 2 ഹയർ ഗ്രേഡ് കിട്ടുന്നത് അവരുടെ ബേസിക് എൻട്രി പേ അവർ ലോവർ ഗ്രേഡിൽ ആയതുകൊണ്ടാണ് അവർക്ക് ഹയർ ഗ്രേഡ് കിട്ടുന്നത്. അപ്പോൾ ഈ നമ്മളുടെ ഹയർ ഗ്രേഡ് എന്ന് പറയുന്നത്, ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു എക്സെപ്ഷൻ ആണ്. കാരണം പേ മുകളിലോട്ട് പോകുന്തോറും നമുക്ക് ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ശരിക്കും ഈ പേരേഷൻ കമ്മീഷന്റെ ജനറൽ റൂൾ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ സ്റ്റാർട്ടിംഗ് പേരുള്ള നമുക്ക് ഒരിക്കലും നമുക്ക് ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് കിട്ടാനുള്ള അർഹതയില്ല. പക്ഷെ എങ്കിലും അത് നമുക്ക് കിട്ടുന്നുണ്ട്. 8 വർഷവും 15 വർഷവും നമുക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ അത് പറഞ്ഞതുപോലെ നമ്മൾ ഇതിന്റെ റൂട്ട് പോകുന്നത് 1994 ഡോക്ടർ പ്രതാപൻ സാറിന്റെ ആ കമ്മീഷനും ആ സമയത്തുണ്ടായ നമ്മൾ സംഘടനാ നേതാക്കളുടെ ദീർഘദൃഷ്ടിയും തന്നെയാണ്. അപ്പോൾ പക്ഷെ നമ്മളൊരു കാര്യം നോക്കും, 15 വർഷം നിലവിൽ ഗ്രേഡ് ലഭിക്കുമ്പോൾ ഈ ഹയർ സ്റ്റാർട്ട് അടക്കം, അതായത് ഞാൻ ഇതിലെ പേഴ്സണൽ പേ ഇല്ല കേട്ടോ, പേഴ്സണൽ പേ ഇല്ലാതെ നമുക്ക് കിട്ടുന്നത് 1,29,300 ലഭിക്കുന്നത്. ഞാൻ 15 വർഷത്തിനെ അത് പറയുന്നത്. കാരണം എന്തുകൊണ്ട് നമ്മൾ 22 വർഷത്തെ ഗ്രേഡ് നമ്മൾക്ക് ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതിനെയാണ് ഞാൻ പറയുന്നത്. ഇത് 25th ലെവലിലാണ്. അതായത് ഈ 1,29,300 എന്ന് പറയുന്നത് 25ാം പേ ലെവലിലാണ്. ഇതിനു മുമ്പുള്ള 2 ഹയർ ലെവൽ മാത്രമേ ഉള്ളൂ, 26ഉം 27ഉം. 27ലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ DHSന്റെ പേ ചെയ്യുന്നത്. സ്വാഭാവികമായ ഇൻക്രിമെന്റ് ലഭിക്കുമ്പോൾ 4 വർഷം കൊണ്ട് പേ സ്കെയിലിന്റെ ഏറ്റവും ഉയർന്ന ലെവലായി 27ാം ലെവലിലെ ഹയർ സ്റ്റാർട്ടായ 1,40,500 അതായത് ഏറ്റവും ഹയസ്റ്റ് പേ സ്കെയിൽ 1,40,500 അത് അപ്പൊ നമ്മള് 15ാം വർഷം കിട്ടുന്ന 15ാം വർഷം നമുക്ക് ഹയർ ഗ്രേഡ് കിട്ടിയ ഒരാൾക്ക് 4 വർഷം കൊണ്ട് 19ാം വർഷം ആകുമ്പോഴത്തേക്കും ഇവരുടെ പേ എന്ന് പറയുന്നത് 1,40,500 അപ്പൊ 1,40,500 എന്ന് പറയുന്നത് 28 നമ്മുടെ പേ സ്കെയിലിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സ്കെയിലിലെ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പൊ അതിന്റെ ഹയർ സ്റ്റാർട്ടിലാണ്. അതിന്റെ ഹയർ സ്റ്റാർട്ടിൽ 1,40,500 അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങിലല്ല, അതിന്റെ ഹയർ സ്റ്റാർട്ടിൽ തന്നെയാണ് എത്തുന്നത്. അപ്പൊ അതിനാൽ 22 വർഷത്തിൽ 3ാമത് ഹയർ ഗ്രേഡ് എന്നത് പ്രായോഗികമായിട്ടും നമുക്ക് ഗുണകരമല്ല, നമുക്ക് സാമ്പത്തികമായും ഗുണകരം. അപ്പൊ നമുക്ക് ഇതിന് പകരമായി നമുക്ക് മനസ്സിൽ തോന്നുന്ന 2 കാര്യം. ഒന്ന്, നമുക്ക് ഈ ടൈം ബോണ്ട് ഹയർ ഗ്രേഡിന്റെ 6 വർഷത്തിലും 12 വർഷത്തിലും അങ്ങനെ നേരത്തെ നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ സ്പെഷ്യൽ പേയിലും അലവൻസുകളിലും വർധന നമ്മൾക്ക് വേണമെന്നുള്ള രീതിയിലേക്ക്. അപ്പൊ ഈ ഒരു വിഷയം നമുക്ക് 3ാമത്തെ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് വളരെയധികം നമുക്ക് ആവശ്യമാണ്. കാരണം നമുക്കൊരു അവകാശമാണ്. കാരണം 60 വർഷത്തെ റിട്ടയർമെന്റ് ഏജ് ആകുമ്പോഴത്തേക്കും മിക്കവാറും 30 വർഷത്തോളം സർവീസ് എല്ലാ ഡോക്ടർമാർക്ക് ആവറേജ് ഉണ്ട്. 25 വർഷം വരെ സർവീസ് കിട്ടുന്ന ഡോക്ടർമാർ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് തീർച്ചയായും നമുക്കൊരു ഗ്രേഡ് ചോദിക്കാം. പക്ഷെ അത് ചോദിക്കുമ്പോഴുള്ള പ്രായോഗിക ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത്.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം റെസിഡ്യൂറി പേ ആണ്. ഈ റെസിഡ്യൂറി പേ എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ നമ്മളുടെ ഒരു ഡിമാൻഡുകൾക്ക് ശേഷമാണ് നമുക്ക്, കാരണം ഈ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റുകൾ നമുക്ക് അത് ഗുണകരമല്ല. കാരണം സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് ഒരിക്കലും മാസ്റ്റർ സ്കെയിലിന്റെ ഏറ്റവും മുകളിലത്തെ പേയുടെ മുകളിലേക്ക് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് കിട്ടില്ല. അപ്പോൾ ഈ ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു അസിസ്റ്റന്റായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു ഡോക്ടർ, ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊമോഷൻ ഒന്നും കിട്ടിയില്ല എന്ന് വെച്ചു. പ്രൊമോഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഏതാണ്ട് 27 വർഷം കൊണ്ട് മാസ്റ്റർ സ്കെയിലിൽ ഏറ്റവും ഉയർന്ന പേ ആയ 1,66,800 ഈ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുന്ന ചില പോസ്റ്റുകൾ, ചില സ്പെഷ്യാലിറ്റികൾ, ഫോർ എക്സാമ്പിൾ മേ ബി ജനറൽ മെഡിസിനോ സർജറിയോ അല്ലെങ്കിൽ ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുന്നവർക്ക് ഇതിലും കുറഞ്ഞ സർവീസ് കൊണ്ട് ഈ ഒരു പേയിലെത്തും. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് പിന്നെ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ്, സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് ക്യാൻ ഓൺലി ബി ഗിവൺ ടിൽ ദ ഹയസ്റ്റ് ഓഫ് മാസ്റ്റർ സ്കെയിൽ. അപ്പോൾ ഇത് നമ്മുടെ റെപ്രസെന്റേഷന്റെ ഭാഗമായിട്ട് റെസിഡ്യൂറി പേ, അതായത് ഈ ലെവലിൽ എത്തുന്ന ഡോക്ടർമാർക്ക് റെസിഡ്യൂറി പേ എന്ന രീതിയിൽ ഒരു ഇൻക്രിമെന്റ് ബൈനിയലായിട്ട് 2 വർഷത്തിൽ ഒരിക്കൽ അനുവദിക്കുന്ന ഒരു രീതിയിലാണ് റെസിഡ്യൂറി പേ. അപ്പോൾ റെസിഡ്യൂറി പേ നമുക്ക് ശരിക്കും ഈ റെസിഡ്യൂറി പേ എന്ന ഈ ഒരു ഇത് നമുക്ക് എല്ലാ വർഷവും, അതായത് ആനുവലായിട്ടും മാക്സിമം, കാരണം 25 വർഷം കൊണ്ട് ഒരു ഡോക്ടർ മാക്സിമം സ്കെയിൽ എത്തുമെങ്കിൽ അദ്ദേഹത്തിന് 35 വർഷം വരെ സർവീസ് കിട്ടുമെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ 25-ാം വയസ്സ് സർവീസ് കയറുന്ന ഡോക്ടർ 25 വർഷം കൊണ്ട് ഏറ്റവും ടോപ്സ് ആയിട്ടുള്ള പേയിൽ എത്തിയെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് 10 വർഷം സർവീസ് ബാക്കിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് ഏതായാലും കിട്ടാൻ എലിജിബിലിറ്റി ഇല്ല. അപ്പോൾ റെസിഡ്യൂറി പേ എന്ന രീതിയിലെങ്കിലും നമുക്ക് എല്ലാ വർഷവും 10 ടൈംസ് എങ്കിലും കൊടുക്കുന്നതിന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കും. ഇതിന് പക്ഷേ റെസിഡ്യൂറി പേ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അത് പെൻഷനും മറ്റ് ബെനിഫിറ്റ്സും ഒന്നും കണക്കാക്കില്ല. കാരണം ഏറ്റവും ഹയസ്റ്റ് നമ്മുടെ മാക്സിമം പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹയസ്റ്റ് പേയുടെ ഇതിലാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് പറഞ്ഞ റേഷ്യോ പ്രൊമോഷൻ ആണ്. ഈ റേഷ്യോ പ്രൊമോഷൻ എന്ന് വെച്ചാൽ നമ്മുടെ 10ാം പരിഷ്കരണത്തിൽ ഈ റേഷ്യോ 1:3 ബിറ്റ്വീൻ സിവിൽ സർജൻ, അസിസ്റ്റന്റ് സർജൻ, കൺസൾട്ടന്റ് ആൻഡ് ജൂനിയർ കൺസൾട്ടന്റ്, അസിസ്റ്റന്റ് ഡയറക്ടർ ആൻഡ് ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ വിൽ കണ്ടിന്യൂ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 10ാം പരിഷ്കരണത്തിൽ, കഴിഞ്ഞ മുമ്പത്തെ പരിഷ്കരണത്തിൽ. പക്ഷേ 11ാം പരിഷ്കരണത്തിൽ എന്താണ്? ഈ 11ാം പരിഷ്കരണത്തിൽ റേഷ്യോ പ്രൊമോഷൻ പൂർണ്ണമായി എടുത്തു കളഞ്ഞു. റേഷ്യോ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പോലും അതിന് പറഞ്ഞിട്ടില്ല. നമ്മളുടെ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് ഈ സിവിൽ സർജൻ, അസിസ്റ്റന്റ് സർജൻ റേഷ്യോ പ്രസ്താവിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് സിവിൽ സർജൻ റേഷ്യോ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സംഘടന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഡേറ്റ കളക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ വർഷം തന്നെ നമുക്ക് ഈ റേഷ്യോ സിവിൽ സർജൻ, അസിസ്റ്റന്റ് സർജൻ റേഷ്യോ പ്രൊമോഷൻ നടത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതോടൊപ്പം നമ്മൾ എല്ലാ കേഡറുകളിലും നമുക്ക് ഈ റേഷ്യോ, കാരണം ചില സ്പെഷ്യാലിറ്റി കേഡറുകളിൽ ഈ റേഷ്യോ ഇല്ല, ചില സ്പെഷ്യാലിറ്റികളിൽ ഈ റേഷ്യോ ഇൻവേഴ്സ് ആണ്. എങ്കിലും മിനിമം ഈ റേഷ്യോ എങ്കിലും നിലനിൽക്കുന്ന രീതിയിൽ എല്ലാ സ്പെഷ്യാലിറ്റിയിലും നമുക്ക് ഈ റേഷ്യോ കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമുക്ക് കൂട്ടി വായിക്കേണ്ട മറ്റൊരു വിഷയം വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ ചില പോസ്റ്റുകൾ, അതായത് നേരത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ചില സൂപ്രണ്ട് പോസ്റ്റുകൾ ജാമുമായിട്ട് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് ചില സമയത്ത് അത്രയും അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ ഡയറക്ടർമാർ സർവീസ് ഇല്ലാത്തതുകൊണ്ടാണ് ജാമോമാർ മാത്രമേ ഉള്ള സമയത്ത് ആ പോസ്റ്റുകളിലേക്ക് ഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നതാണ്. പക്ഷെ എങ്കിലും ഇത് തിരിച്ച് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ പോസ്റ്റുകൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തന്നെ വീണ്ടും കൺവേർട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതും കൂടെ നമ്മൾ ആക്ച്വലി അത് പെരേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് തന്നെ നമുക്ക് കണ്ടിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കുറെ വിഷയങ്ങൾ നമുക്ക് കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് പേ സ്കെയിലുകളിൽ ഉള്ള വർധനവ് നമുക്ക്, അല്ലെങ്കിൽ മൂന്നാമത് ടൈം ബോൺ ഹയർ ഗ്രേഡ് ഒക്കെ നമുക്ക് കിട്ടാനുള്ള പ്രാക്ടിക്കാലിറ്റിയുടെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇത് പറയുമ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാരിറ്റിയുടെ വിഷയം നമ്മൾ സംസാരിക്കുന്നത്. നമ്മളുടെ ഏറ്റവും ആദ്യം നമ്മളുടെ പേരേഷനുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് പേ പാരിറ്റിയാണ്. സെൻട്രൽ ഗവൺമെന്റുമായിട്ട് പാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ആദ്യ ഡിമാൻഡ്. പക്ഷെ അതേസമയം അപ്പോൾ അരുൺ സാർ പറഞ്ഞതുപോലെ ഈ വിഷയം പരിശോധിച്ച് ഗവൺമെന്റ് മനസ്സിലാക്കുന്നത് കേരള പേ സ്കെയിൽ ഈസ് മോർ ഓഫ് എ സോഷ്യലിസ്റ്റ് പേ സ്കെയിലാണ്. കാരണം ഏറ്റവും ലോവസ്റ്റ് പേ സ്കെയിലും പേയും ഹയസ്റ്റ് പേയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളത് സെൻട്രൽ പേ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ആ പേ ഡിഫറൻസ്
ചെറുതാണ്, ഗ്യാപ്പ് ചെറുതാണ്. സെൻട്രൽ ഗവൺമെന്റിൽ ക്യാബിനറ്റ് സെക്രട്ടറിക്കുള്ള പേയും അതിന്റെ ഏറ്റവും താഴെയുള്ള ക്ലാസ് 4 ജീവനക്കാരനുള്ള പേയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസ് അല്ല, അതിലും ചെറിയ ഡിഫറൻസ് മാത്രമേ. മോർ ഓഫ് എ സോഷ്യലിസ്റ്റ്, കേരളത്തിന്റെ തനതായ ഒരു ചരിത്ര പശ്ചാത്തലം കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാരിറ്റി എന്ന് പറയുന്നത് താഴെയുള്ള സ്കെയിലുകൾക്ക് പാരിറ്റി കൊടുത്താൽ അവരുടെ പേ കുറയുകയും മുകളിലുള്ള ആൾക്കാർക്ക് ആ പാരിറ്റി ഇല്ല എന്നുള്ള സവിശേഷമായ സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. അപ്പോ നമുക്ക് മാത്രം പാരിറ്റി നമ്മൾ ചോദിക്കുന്നത് ബാക്കിയുള്ളവരും പാരിറ്റി ചോദിക്കും എന്നുള്ള വിഷയം കൊണ്ട് ഈ പാരിറ്റി എന്നുള്ള കാര്യങ്ങൾ അത് നമുക്ക് പക്ഷെ ചോദിക്കാം തീർച്ചയായും. അപ്പൊ എനിക്ക് തോന്നുന്നു അതില് മാത്രമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മെഡിക്കൽ സർവീസസിനെ, അതായത് നമ്മളിപ്പോ ഓൾ ഇന്ത്യ മെഡിക്കൽ സർവീസസ് IAS പോലെ ഒരു കേഡറായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പോലെയാണ് കേരളത്തിൽ നമ്മൾ KAS പോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ടല്ലോ. അപ്പൊ മെഡിക്കൽ സർവീസസ് ഒരു പ്രത്യേക ഒരു കേഡറായിട്ട് നമുക്ക് കാണുകയും ഇപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പേ സ്ട്രക്ചർ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മെഡിക്കൽ സർവീസസ് കേഡർ എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേകമായി അതിനെ പാരിറ്റിയെ പറ്റി നമുക്ക് ഒരു പരിധിവരെ ചിന്തിക്കാൻ പറ്റില്ലെങ്കിലും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലും നമുക്ക് ഇനി ഈ പേ സ്കെയിലുകളിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇതിൽ കൂടുതൽ നമുക്ക് എക്സിസ്റ്റിംഗ് പേ സ്കെയിലുകളിൽ നമുക്ക് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കുറവാണ്. പക്ഷെ നമുക്ക് ഹയർ സ്റ്റാർട്ടും ഉണ്ട്, സ്പെഷ്യൽ പേ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. അലവൻസുകളുടെ വിഷയത്തിൽ നമുക്ക് അനവധി അലവൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പല അലവൻസുകൾ നമുക്കിപ്പോൾ എടുത്തു വന്നിട്ടുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചാർജ് അലവൻസ് ആണ്. ഈ ചാർജ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഈ ചാർജ് അലവൻസ് ശരിക്കും കേരള ഈ പേരോഷന്റെ ഓർഡറിൽ അഡീഷണൽ ചാർജിന് മാത്രമേ അലവൻസ് ഉള്ളൂ. അത് ബേസിക് പേയുടെ ഇത്ര ശതമാനമാണ്. അപ്പോൾ ഈ ചാർജ് എന്ന് പറയുന്നത് ജോലിയുടെ ഭാഗമാണ്, അതുകൊണ്ട് ചാർജ് അലവൻസ് നൽകേണ്ടതില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് നമുക്ക് ഈ ചാർജ് അലവൻസ് നമുക്ക് ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ കണ്ടീഷൻ ഡിഫറെന്റ് ആണ്. നമ്മൾ PHCയിൽ ചാർജ് വഹിക്കുന്ന ഡോക്ടർ ക്ലിനിക്കൽ ആൻഡ് പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് എല്ലാ ജോലികളും ഒരുമിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പോൾ നാമമാത്രമായ ചാർജ് അലവൻസ് നിർത്തലാക്കി. മാത്രമല്ല ഈ ചാർജ് അലവൻസ് നമുക്കത് അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ ഡോക്ടർമാർക്ക് ലഭിക്കുന്ന രീതിയിൽ നമുക്കൊരു നിശ്ചിത ഇൻക്രിമെന്റ് തുല്യമായ തുക, അത് എല്ലാ അലവൻസുകളും നമുക്ക് നിശ്ചിത ഇൻക്രിമെന്റ് തുല്യമായ തുകയായിട്ട് നമുക്ക് അത് ചോദിക്കേണ്ടതുണ്ട്. പിന്നെ നോൺ പ്രാക്ടീസിങ് അലവൻസ് ആണ്. ഈ നോൺ പ്രാക്ടീസ് അലവൻസ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലാണ് കിട്ടുന്നത്. പ്രതിമാസം 1650 മുതൽ 2200 രൂപ വരെ ഒരു നാമമാത്രമായ തുകയാണ് നോൺ പ്രാക്ടീസിങ് അലവൻസ് ആയിട്ട് കിട്ടുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ജോലിയുടെ സ്വഭാവം സമയം വെച്ച് അവർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവർക്ക് പറ്റില്ല, അവരുടെ ഓഫീസ് ടൈം അങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരു നിശ്ചിത തുകയായിട്ട്, അതായത് ഇൻക്രിമെന്റുകളായിട്ട് പുനർനിർണ്ണയിക്കണം. മാത്രമല്ല ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ, ഈ ചില ജാമോ പോസ്റ്റുകളിൽ ഇത് ഈ ചെറിയ എമൗണ്ട് ആണ്, ഇത് കിട്ടുന്നില്ല. കാരണം ഹോസ്പിറ്റലിന്റെ ചുമതലയുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് പുനർനിർണ്ണയിക്കേണ്ടതുണ്ട്, നിശ്ചിത ഇൻക്രിമെന്റ് ആയിട്ട് ചെയ്തതാണ്. പിന്നെ ഒരു സ്പെഷ്യൽ അലവൻസ് ആണ്. ഈ സ്പെഷ്യൽ അലവൻസ് എന്ന് പറയുന്നത് റേഡിയോളജി, TB, പത്തോളജി, ലെപ്രസി, അനസ്തേഷ്യ, തൊറാസിക് സർജറി എന്ന വിഭാഗങ്ങളിലെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഈ ജോലിയുടെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ തുക നൽകി വരുന്നുണ്ട്. ഇത് നമുക്ക് നിശ്ചയ ഇൻക്രിമെന്റ് തുല്യമായ തുകയായിട്ട് പുനർനിർണ്ണയിക്കും. അപ്പൊ ഈ രീതിയിലുള്ള സ്പെഷ്യാലിറ്റികളിൽ നമുക്ക് കൂടുതൽ സ്പെഷ്യാലിറ്റി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കണം. കാരണം ഫോർ എക്സാമ്പിൾ സൈക്യാട്രി, അതിന് കൂടുതൽ റിസ്ക് ഉള്ള പിന്നെ സ്പെഷ്യാലിറ്റികളാണത്. അപ്പൊ അവരെയും കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കിട്ടുന്ന അലവൻസിലേക്ക് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊരു നിശ്ചയ ഇൻക്രിമെന്റ് തുല്യമായ തുകയായിട്ട് നമുക്ക് പുനർനിർണ്ണയിച്ച് കിട്ടിയാൽ നമുക്കത് ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി അലവൻസ് ആണ്. ഇപ്പോൾ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി അലവൻസ് നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള ഡോക്ടർമാർ നേരിട്ട് കൺസൾട്ടന്റ് ലെവലിലേക്കാണ് അവരുടെ പേ വരുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ യഥാക്രമം അവർക്ക് കിട്ടുന്നത് 4700, 5600, അങ്ങനെയാണ് 5600 അങ്ങനെ. കാരണം ജൂനിയർ കൺസൾട്ടന്റ്, സീനിയർ കൺസൾട്ടന്റ് എല്ലാവർക്കും 4.7, 5.6, 5.6,000 ആണ് കിട്ടുന്നത്. ഇത് നമുക്ക് നിശ്ചിത ഇൻക്രിമെന്റുകൾക്ക് ലിങ്ക് ചെയ്ത് നമുക്ക് കൂട്ടിക്കൊടുക്കാം. സ്പെഷ്യാലിറ്റി അലവൻസ്, ഇപ്പൊ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ പ്രത്യേകമായിട്ടുള്ള ജോലി സാഹചര്യം, അതായത് സങ്കീർണമായ ശസ്ത്രക്രിയകൾ ചെയ്യുക, രോഗാവസ്ഥ കൈകാര്യം ചെയ്യാം, അവരുടെ കൂടുതൽ ഈ എക്സ്പോഷർ ടു മെഡിക്കോ ലീഗൽ കേസിന്റെ എക്സ്പോഷർ, പിന്നെ ഈ മെഡിക്കൽ എമർജൻസീസ്, പിന്നെ ടെർഷ്യറി കെയർ സർവീസസ് കൊടുക്കുക,
അപ്പൊ ഇങ്ങനെയുള്ള കൂടുതൽ കൊടുക്കുന്നതിൽ നമുക്ക് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുള്ളതുകൊണ്ട് നമുക്ക് സ്പെഷ്യാലിറ്റി കെയറിൽ നമുക്ക് സ്പെഷ്യാലിറ്റി അലവൻസ് എന്ന രീതിയിൽ നിശ്ചിത ഇൻക്രിമെന്റിന് തുല്യമായ തുക നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. കാരണം ഇതെല്ലാം ഈ അലവൻസുകൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ പേഴ്സണൽ പേയിലോ സ്പെഷ്യൽ പേയിലോ നമുക്ക് ചോദിക്കാവുന്നതിൽ കൂടുതൽ നമുക്ക് പേഴ്സണൽ അലവൻസുകൾ ചോദിക്കാം. പക്ഷെ അലവൻസുകളിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ എല്ലാ അലവൻസുകളും വളരെ നാമമാത്രമായ തുകയായിട്ടാണ് കൊടുക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ വർഷവും ചില അലവൻസുകളിൽ നോർമലി സാധാരണ എല്ലാ വിഭാഗം ജീവനക്കാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന 10% ഇൻക്രിമെന്റ് പോലും റൂറൽ അലവൻസിലോ ഡിഫിക്കൽട്ട് റൂറൽ അലവൻസോ നമുക്ക് തന്നിട്ടുമില്ല. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കിത് വേണ്ടതെന്നുള്ള രീതിയിലേക്ക് നമുക്ക് ചോദിക്കണം. അടുത്ത ഒരു കാറ്റഗറി CMOs ആണ്. ഇപ്പൊ CMOസിന്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന CMO അലവൻസ് റൂറൽ അലവൻസിനെക്കാട്ടിലും കുറവാണ്. അതും ഈ CMO അലവൻസും കഴിഞ്ഞ 2011 ഇതിന് ശേഷം നമ്മൾ റെപ്രസെന്റേഷൻ കൊടുത്ത ശേഷമാണ് CMO അലവൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് മാത്രമല്ല വേറൊരു പ്രശ്നം വെച്ചാൽ നമ്മളൊരു റൂറൽ ഏരിയയിൽ ഉള്ള ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ ഉള്ള ഒരു CMOക്ക് ഈ റൂറൽ അലവൻസോ CMO അലവൻസോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നാച്ചുറലി റൂറൽ അലവൻസ് അവർക്ക് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം റൂറൽ അലവൻസ് കൂടുതലാണ്. അപ്പോൾ ഈ CMO അലവൻസ് ഉള്ളത് അറ്റ്ലീസ്റ്റ് ഡിഫിക്കൽട്ട് റൂറൽ അലവൻസ് വരെ എങ്കിലും അതിന്റെ ഈക്വലന്റ് ആയിട്ടാണെങ്കിലും വയ്ക്കുകയും ഈ അലവൻസുകളും CMO അലവൻസും റൂറൽ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് റൂറൽ അലവൻസ് ഒരുമിച്ച് നമുക്ക് കിട്ടും. ഇത് നേരത്തെ കിട്ടാവുന്നതാണ്. പക്ഷെ അത് ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ നമുക്കിവിടെ പ്രതികൂലമായി വരുന്ന, അതായത് ഓരോ ശമ്പള പരിഷ്കരണത്തിലും നമുക്കതിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സമരം ചെയ്യും. മിക്കവാറും കാര്യങ്ങൾ കിട്ടും, പക്ഷെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ വിട്ടുപോകും. അങ്ങനെ നമുക്ക് വിട്ടുപോയ ഒരു വിഷയമാണ് ഈ CMO അലവൻസിന്റെ ഈ അലവൻസിൽ ഒരുമിച്ച് കിട്ടുന്ന ഒരു വിഷയം. പിന്നെ ഈ കോമ്പൻസേറ്ററി അലവൻസ് ആണ്. ഈ കോമ്പൻസേറ്ററി അലവൻസിന്റെ കാര്യം നമ്മുടെ ചരിത്രത്തിൽ കണ്ടല്ലോ എങ്ങനെയാണ് ഈ കോമ്പൻസേറ്ററി അലവൻസ് എത്തിയത്. പഴയ നോൺ പ്രാക്ടീസിങ് അലവൻസ് ആണ് നമുക്ക് കോമ്പൻസേറ്ററി അലവൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിലെ ഒരു രസകരമായ വസ്തുത എന്ന് വെച്ചാൽ കഴിഞ്ഞ പേരോഷായിട്ട് ബന്ധപ്പെട്ട് ഈ കോമ്പൻസേറ്ററി അലവൻസ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അത് ഈ കോമ്പൻസേറ്ററി ചാർജ് അലവൻസ് പൂർണ്ണമായി നിർത്തുക മാത്രമല്ല, നിർത്തിയപ്പോൾ ഈ കോമ്പൻസേറ്ററി അലവൻസ് ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ചാർജ് എംഒക്ക് മാത്രമായി കൊടുത്തു. അത് അങ്ങനെയാണ് കൊടുത്തത്. അപ്പൊ മാത്രമല്ല ഇത് ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇത് ഫാമിലി ഹെൽത്ത് സെന്റർ ആയതുകൊണ്ട് ഈ അലവൻസ് കൊടുക്കുന്നതിൽ ചില സ്ഥലത്ത് കിട്ടുന്നുണ്ട്, ചില ഡോക്ടർമാർക്ക് കിട്ടുന്നുണ്ട്, നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്ത് കിട്ടുന്നുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് ചാർജ് മെഡിക്കൽ ഓഫീസർക്ക് കിട്ടുന്ന ചാർജ് അലവൻസ് നിർത്തലാക്കിയിട്ട് ഈ PHC കോമ്പൻസേറ്ററി അലവൻസ് 10% ഇൻക്രിമെന്റ് കൂടി 770 രൂപയായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് FHC എന്നുള്ള പേര് കിട്ടുന്നുണ്ട്. ഇതൊരു അനോമലിയാണ്. മാത്രമല്ല പക്ഷെ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിന്റെ രസകരമായ വിഷയം എന്ന് വെച്ചാൽ, ഞാൻ ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസറിന്റെ പേരോഷനിൽ നോക്കി. ഈ ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർക്ക് അത് കിട്ടുന്നുണ്ടെന്നാണ് പേരോഷൻ ഓർഡർ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അവരായിട്ട് ഇൻഷുറൻസ് ആയിട്ട് അവർ ചോദിക്കണം. അവിടെ എല്ലാവർക്കും ഈ ഒരു പഴയ ആ നോൺ പ്രാക്ടീസിങ് അലവൻസ്, കാരണം നമ്മൾക്ക് കിട്ടുന്ന എല്ലാം അവർക്കും കിട്ടുന്ന രീതിയിലാണല്ലോ വരുന്നത്. ഇതിന്റെയൊക്കെ നമ്മൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇൻഡയറക്ട്ലി അവർക്കും കിട്ടുന്നത്. അപ്പൊ മേ ബി അവർക്ക് ഈ പഴയ നോൺ പ്രാക്ടീസിങ് അലവൻസ് കോമ്പൻസേറ്ററി അലവൻസ് ആയപ്പോൾ അവർക്ക് നിൽക്കുകയും നമുക്കത് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ തീർച്ചയായും ഇത് നമുക്ക് ഈ അലവൻസ് നമുക്ക് തിരിച്ച് വാങ്ങണം എന്നുള്ള കാര്യമാണ്. പിന്നെ PG അലവൻസും സൂപ്പർ സ്പെഷ്യാലിറ്റി അലവൻസ് ആണ്. നിലവിൽ ചെറിയ എമൗണ്ട് ആണ്, 1200 രൂപയാണ് മാക്സിമം കിട്ടുന്നത്. 1300 സംതിങ് ആയിട്ടുണ്ട്. MD ഉള്ളവർക്ക്, ഡിപ്ലോമ ഉള്ളവർക്ക് 880 രൂപയായിട്ടാണ്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം, ഇപ്പൊ നമ്മള് ജനറൽ ആയിട്ടുള്ള ഡോക്ടർമാരെ പല രീതിയിലും സ്പെഷ്യാലിറ്റി ഉള്ളവരെ എല്ലാ രീതിയിലും സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് അവരെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. പ്രോജക്റ്റുകൾ, അതല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നോഡൽ ഓഫീസർ, ഇങ്ങനെയുള്ള പല ജോലികളിലും സ്പെഷ്യാലിറ്റി ജോലി തന്നെ ജനറൽ ആയിട്ടുള്ള ഡോക്ടർമാർ ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായും ഈ അലവൻസ് എന്ന് പറയുന്നത് അവർക്കൊരു അറ്റ്ലീസ്റ്റ് എത്ര ഒരു മിനിമം 1-2 ഇൻക്രിമെന്റ്, ഡെഫിനറ്റീവ് ഇൻക്രിമെന്റുകൾക്ക് തുല്യമായിട്ട് പുനർനിർണ്ണയിച്ച് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക്, അതായത് സ്പെഷ്യൽ പേ പോലെയുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടേണ്ടതുണ്ട്. പിന്നെ NPF RMO, ഈ RMOയ്ക്ക് ഒരു ചെറിയൊരു RMO അലവൻസ് ആണ് കിട്ടുന്നത്. നമുക്കറിയാം RMO എന്ന് പറയുന്നത് വളരെ ഒരു തിരക്ക് പിടിച്ച അല്ലെങ്കിൽ വളരെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു ജോലിയാണ്. അപ്പൊ നമ്മള് RMO എന്നുള്ള പോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലേക്ക് മാറ്റാനുള്ള പ്രൊപ്പോസൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ആവുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ RMO ജോലി ചെയ്യുന്ന ഡോക്ടർക്ക് കിട്ടുന്ന നോൺ പ്രാക്ടീസിങ് അലവൻസ് അറ്റ്ലീസ്റ്റ് അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ കിട്ടുന്ന അവർക്ക് ഡോക്ടർമാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് ആ അലവൻസ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്.
പിന്നെ നമ്മൾ ഓരോ വർഷവും നമ്മൾ ചോദിക്കുന്നതാണ് റിസ്ക് അലവൻസ്. നമുക്കറിയാം നിപ്പ, കോവിഡ് എല്ലാ കാര്യങ്ങളും പ്രൊഫഷണൽ റിസ്ക് നമുക്ക് കൂടുതലാണ്. അപ്പോൾ ഈ പ്രൊഫഷണൽ റിസ്ക് അലവൻസ് നമുക്ക് എല്ലാ ഡോക്ടർമാർക്കും ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്കൊക്കെ നമുക്ക് ചോദിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് മറ്റ് അലവൻസുകളുണ്ട്. ചെറിയ മറ്റ് അലവൻസ് ചില ഡോക്ടേഴ്സ് ചിലർക്ക് കിട്ടും, ചിലർക്ക് എന്തെങ്കിലും മറ്റ് അലവൻസുകൾക്കെല്ലാം നമ്മളൊരു മിനിമം 50% എങ്കിലും നമ്മൾ ചോദിക്കണം. ബാലൻസുമായ വർധന വേണം. മറ്റ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അലവൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അലവൻസുകളായിരിക്കണം. കാരണം നമ്മൾക്ക് മറ്റേതിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു വർക്കിംഗ് സ്പേസ് കുറവാണ്. അപ്പോൾ ഈ മെയിൻ ആയിട്ടുള്ള അലവൻസുകൾ നമുക്ക് ഇൻക്രിമെന്റ് ലിങ്ക്ഡ് ആയിട്ടും ബാക്കി അലവൻസുകൾ മാക്സിമം എൻഹാൻസ്മെന്റ് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നോൺ കേഡർ പ്രൊമോഷൻ, നമുക്ക് റീസെന്റ് ഒരു സർക്കാരിന്റെ ഒരു ന്യൂസ് കണ്ടു. നോൺ കേഡർ പ്രൊമോഷൻ വീണ്ടും അത് വരുന്നുള്ള രീതിയിലുള്ള ന്യൂസ് നമ്മൾ കേട്ടിരുന്നു. ഈ നോൺ കേഡർ പ്രൊമോഷൻ എനിക്ക് തോന്നുന്നു 10ാം ശമ്പള പരിഷ്കരണത്തോടു കൂടിയാണ് ഈ നോൺ കേഡർ പ്രൊമോഷൻ പൂർണ്ണമായും നിർത്തലാക്കിയെന്ന് തോന്നുന്നു. കാരണം അതിന്റെ ഒരു പ്രശ്നം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നോൺ കേഡർ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാള്, അപ്പോൾ അദ്ദേഹത്തിന് താഴെയുള്ള ഒരാൾ ടൈം ബോണ്ട് ഹാൻഡ് ഗ്രേഡ് വെച്ച് അദ്ദേഹത്തിന് നോൺ കേഡർ ഡെസിഗ്നേഷൻ കിട്ടുകയും ഇദ്ദേഹം ശരിക്കും സുപ്പീരിയർ ഓഫീസർ ഇദ്ദേഹത്തിന് താഴെ ഉള്ള ഒരു പോസ്റ്റ് ആയിരിക്കും, പക്ഷെ കേഡർ പോസ്റ്റ് ആയിരിക്കും. പക്ഷെ എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹത്തിന്റെ താഴെയുള്ള മീൻസ് കാറ്റഗറി, പിന്നെ ഹൈറാർക്കിയിൽ താഴെയുള്ള ഒരു ഓഫീസർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് പിന്നെ ടൈം ബോണ്ട് ആയിട്ട് ഇവർക്ക് നോൺ കേഡർ ഡെസിഗ്നേഷൻ കിട്ടി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്കത് വേറെ രീതിയിൽ അതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. നോൺ കേഡർ പ്രൊമോഷൻ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം അസിസ്റ്റന്റ് സർജനായിട്ട് നമ്മുടെ ഇവിടെ ഒരു ഡോക്ടർ 21 വർഷത്തെ സർവീസിൽ അദ്ദേഹം അസിസ്റ്റന്റ് സർജൻ റിട്ടയർ ചെയ്തു. ENT ചില പ്രൊമോഷൻ തീരെയാത്ത ചില സ്പെഷ്യാലിറ്റികളുണ്ട്. ഡെർമറ്റോളജി ആണ്, ENT, ജൂനിയർ കൺസൾട്ട് JC ആയിട്ട് റിട്ടയർ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ ഓരോ ടൈം ബോണ്ട് ഹയർ ഗ്രേഡിലും അതായത് ഒരു കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം, സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം ഇത്ര വർഷം കഴിയുമ്പോൾ നമുക്ക് ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് കിട്ടുന്നത് പോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇതിന് ചോദിക്കാവുന്ന നമുക്ക് 22 വർഷത്തിൽ നമുക്കൊരു സ്കെയിൽ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഡെസിഗ്നേഷൻ ചോദിക്കാം. വി ക്യാൻ ആസ്ക് ഫോർ എ ഡെസിഗ്നേഷൻ, ഒരു സീനിയർ ഡെസിഗ്നേഷൻ. അപ്പോൾ നമുക്ക് ഇതെല്ലാം വ്യക്തമായ സംഘടന ചർച്ച ചെയ്തതാണ്. ഈ ഡെസിഗ്നേഷൻസിന്റെ പേര്, അതായത് ഈ ജൂനിയർ, പിന്നെ അസിസ്റ്റന്റ് മുതലായ ഈ പദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ തസ്തികകൾ പുനർനാമകരണം ചെയ്യുന്നുണ്ട് പ്രൊപ്പോസലും. ആ തസ്തികകളുടെ പേരെന്തായിരിക്കണം, എല്ലാ കാര്യങ്ങളും വ്യക്തമായും പൂർണ്ണമായും ചർച്ച എല്ലാ ജില്ലകളും ചെയ്തതാണ്. അപ്പൊ അതിന്റെ പ്രൊപ്പോസലും ഫയലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പേരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കും. പിന്നെ ഇതര വിഷയങ്ങളാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഏറ്റവും നമ്മുടെ പ്രിയ സഹോദരി വന്ദനദാസിന്റെ കൊലയാളിയുടെ അവരുടെ വേർഡിക്റ്റ് വന്ന ദിവസമാണ്. നമ്മുടെ ആശുപത്രിയിലെല്ലാം നിലനിൽക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ, സ്റ്റാഫ് ഷോർട്ടേജ്, പിന്നെ നമുക്കുള്ള മറ്റ് അതർ ഡ്യൂട്ടീസ്, VIP ഡ്യൂട്ടീസ്, ശബരിമല ഡ്യൂട്ടി, ആ ഡ്യൂട്ടി, ഈ ഡ്യൂട്ടി, ഇതെല്ലാ പ്രശ്നങ്ങളും, സുരക്ഷാ പ്രശ്നങ്ങൾ. പിന്നെ മാത്രമല്ല നെടുമങ്ങാട് റീസെന്റ് ഇഷ്യൂ, നമ്മൾക്കെതിരെയുള്ള ഈ ചികിത്സ നെഗ്ലിജൻസ് ആരോപിക്കുമ്പോൾ തന്നെ നമുക്കെതിരെ ഈ നീജക് റിയാക്ഷൻസ് ഇടുന്ന അധികാരികളും രാഷ്ട്രീയ നേതാക്കളും. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്കുണ്ട്. നമ്മൾ പേരുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് തന്നെ നമ്മൾ ഇത്രയും വിഷയങ്ങളും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതിന് കൂടുതൽ നമ്മൾ വായിക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. നമുക്ക് ഡോക്ടർ പേഷ്യന്റ് റേഷ്യോ, ഒരു ഡോക്ടർ ഒരു ദിവസം എത്ര രോഗികൾ നോക്കണം, ഡോക്ടർ പേഷ്യന്റ് റേഷ്യോ നിജപ്പെടുത്തണം, അങ്ങനെയുള്ള വിഷയങ്ങൾ. പിന്നെ സർവീസ് സംബന്ധമായ നമ്മൾ കുറച്ച് വിഷയങ്ങളുണ്ട്. കാരണം നമുക്ക് ഒരു ലോങ് ലീവ്, കാരണം ബാക്കി നഴ്സുമാർക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം അവർക്ക് 5-10 വർഷം ലീവ് എടുക്കുകയും കാനഡയിൽ പോവുകയും അവർക്ക് നല്ല പൈസ ഉണ്ടാക്കി തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ സർവീസിൽ കയറാൻ പറ്റുന്ന സാധ്യത നിലവിലുണ്ട്. പക്ഷെ ഒരു ഡോക്ടർ ആ ഒരു ക്ലോസ് വെച്ച് ഒരു ലീവിന് അപേക്ഷിക്കുമ്പോൾ അത് അങ്ങനെ കാരണം നമ്മൾ മാത്രം ഒരു സ്കാറ്റ്സ് കാറ്റഗറി ആണെന്ന് പറയുന്നു, അത് ഡിനേ ചെയ്യുന്നൊരു വിഷയമുണ്ട്. പിന്നെ മാത്രമല്ല VRS ആയിട്ട് ബന്ധപ്പെട്ട് അത് പിന്നെ പ്രശ്നമല്ല. കാരണം നമ്മൾ VRS 20 വർഷം കഴിഞ്ഞാൽ VRSന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ അതിനുള്ള അനുമതി കിട്ടിയില്ലെങ്കിൽ വി ആർ ഡീം ടു ബി, നമ്മൾ VRS കിട്ടി എന്നുള്ളതാണ്. അതിനും കോടതി വഴി നമുക്ക് അത് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ലീവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ചെയ്യാനുണ്ട്, അതിലും നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പേരുഷൻ കമ്മിറ്റിയുടെ
പരിഗണനയുള്ള വിഷയങ്ങൾ അത് പെൻഷൻ കമ്മിറ്റി കഴിഞ്ഞ മുമ്പത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ ജില്ലകളും ചർച്ച ചെയ്തുകൊണ്ട് ഈ ഒരു PDF ഡോക്യുമെന്റ് എല്ലാ ജില്ലകളിലേക്കും സർക്കുലേറ്റ് ചെയ്തതാണ്. മിക്കവാറും എല്ലാവരും അത് വായിച്ചിരിക്കുമെന്ന് തോന്നുന്നു. അതിനുശേഷം അതിനുള്ള കാരണം ഇത് പേരുഷൻ കമ്മിറ്റിയിലെ 4-5 പേരോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന നേതൃത്വവും മാത്രം വിചാരിച്ചാൽ നമുക്കിത് ഈ ഏറ്റവും നല്ലൊരു പ്രപ്പോസലായിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മളിലുള്ള എല്ലാവരും നല്ല നല്ല സജഷൻസ് തരാൻ പറ്റുന്നവരാണ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊടുക്കാൻ പറ്റുന്നവരാണ്. നമ്മളുടെ മുമ്പിലുള്ള നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡോക്ടർമാർക്ക് മാന്യമായും നല്ല രീതിയിലുള്ള ഒരു പേ നമുക്ക് നേടിയെടുക്കണം. അത് തന്നെയാണ് പേ തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം പേ ആണ് നമ്മുടെ റെക്കഗ്നിഷനും നമ്മുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷനും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും ഒക്കെ ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പേ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സജഷൻസ് നിങ്ങളുടെ ജില്ലാ നേതൃത്വത്തേക്ക് അറിയിക്കുക. ആ ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റിയിൽ ഈ നമ്മുടെ പേരുഷൻ കമ്മിറ്റി അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം അതെല്ലാം കൂടെ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ പേരുഷൻ കമ്മിറ്റിയെ നമ്മൾ സമീപിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇന്ന് പ്രസന്റ് ചെയ്യാൻ അനുവാദം തന്ന സർവീസ് സെല്ലിന്റെ സന്തോഷ് സാർ. And y'all, it is such a find. It comes with a crossbody strap. It is $149.99 at Ross. And I just love how cute this bag is. It does come with the original tags. ഡോക്ടർ ജിനിയുടെ ഫോണാന്ന് തോന്നുന്നു. ഞാൻ ചെയ്തു. അപ്പോ സന്തോഷ് സാറ് ഭയങ്കര ആക്റ്റീവായിട്ട് സർവീസ് സെല്ലിലും മറ്റു വിഷയങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ വളരെ ആദരവാണ് എനിക്ക്. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ജയ് കെ ജെ മോയെ. ഒരു കാര്യം കൂടെ, ഇന്ന് ഈ വിഷയങ്ങൾ ഇന്ന് ആദ്യത്തെ ചർച്ച തുടങ്ങിയപ്പോൾ സംസാരിച്ച TN സുരേഷ് സാറ്, അതുപോലെ നമ്മുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് വിജയകൃഷ്ണൻ സാറ്, ഡോക്ടർ വിനോദ് നമ്മുടെ മുൻ സംസ്ഥാന എഡിറ്റർ ആയിരുന്നു, പിന്നെ ഡോക്ടർ സച്ചിൻ കണ്ണൂർ, ഡോക്ടർ സച്ചിൻ, അങ്ങനെ കുറേയധികം വ്യക്തിത്വങ്ങളുണ്ട് ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് വരുമ്പോൾ അവരുടെ മെമ്മറിയിൽ നിന്നും അവരുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ വർഷത്തെ പേരുഷൻ കമ്മിറ്റി മെമ്പേഴ്സ് ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, ഡോക്ടർ മനോജ് എട്ടി, അരുണ ജോൺ സാർ, പിന്നെ ഡോക്ടർ ശബരി ഞാനുമാണ്. പേരുഷൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് സംസ്ഥാന നേതാക്കളായിട്ടുള്ള ജനറൽ സെക്രട്ടറി, ട്രഷറർ, മാനേജിംഗ് എഡിറ്റർ, പ്രസിഡന്റ് അവരുടെ പൂർണ്ണമായ സൂപ്പർവിഷനിലാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ടോപ്പിക് പ്രസന്റ് തന്ന ഒരു അവസരത്തിന് ഏറ്റവും നന്ദി പ്രവേശിപ്പിക്കുന്നു. ജയ് കെ ജെ മോയെ. ജയ് ഹിന്ദ്. താങ്ക് യു. താങ്ക് യു ശബരി. നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, അതിപ്പോ ക്ലിയർ ചെയ്യുന്നു. അത് നമ്മൾ നോട്ട് ചെയ്യുന്നതായിരിക്കും. പേരുഷൻ കമ്മിറ്റി നോട്ട് ചെയ്തിട്ടേ നമ്മുടെ പ്രപ്പോസലിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് അല്ല ചെയ്യാവുന്നത് ചെയ്യാം, കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞ പ്രപ്പോസലായിട്ട് ജനറൽ ആയിട്ട് പറഞ്ഞൊക്കെ അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ജില്ലകളുടെ പ്രപ്പോസലോട് വരുമ്പം ഫൈനലാക്കും. നമ്മള് ഒരു സെഷൻ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് 4-ാം തീയതി. അല്ല, ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞു പോകാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോക്കട്ടെ. ഞാൻ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഡോക്ടർ ശബരി പറഞ്ഞപ്പോഴ് നമ്മുടെ ESI ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞു. സാധാരണഗതിയിൽ ESI ഡോക്ടർമാർ ചെയ്യുന്നത്, നമ്മൾ സമരമൊക്കെ ജയിച്ച് ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഒരു പേപ്പർ കൊടുത്ത് അവർക്ക് ഓർഡർ വാങ്ങിക്കുക ചെയ്യുന്നത്. ഇപ്രാവശ്യം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് ഹയർ സ്റ്റാർട്ട് ഇല്ല, അവർക്ക് ടൈം ബോണ്ട് ഹൈഡേഡ് ഇല്ല, ഇതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന ശമ്പളം അല്ല ഇപ്പൊ അവർ വാങ്ങിക്കുന്നത്. ഹയർ സ്റ്റാർട്ട് ഇല്ലാത്ത ശമ്പളവും ഗ്രേഡ് ഇല്ലാത്ത ശമ്പളമാണ് ESIക്കാർ വാങ്ങിക്കുന്നത്. കാര്യം എന്ന് വെച്ചാല് നമ്മൾ സമരം ചെയ്ത പോലെ അവർ സമരം ചെയ്തില്ല എന്നുകൊണ്ടാണ് അവർക്ക് ഇതൊന്നും കിട്ടാത്തത്. ആ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യാൻ വിചാരിക്കുകയാണ്. കാര്യം എല്ലാ വർഷവും അവർക്ക് കിട്ടാറുണ്ട്, പക്ഷെ ഇത്തവണ 21 കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടിയില്ല. ഓക്കെ, താങ്ക് യു. ഹലോ, സുരേഷ് ആണേ. ചാറ്റ് ബോക്സിൽ അതിനകത്തുള്ള 2 പോയിന്റ്സ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ക്ലാരിഫൈ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഒന്ന്, സ്പെഷ്യൽ പേയുടെ കാര്യത്തിലാണ് ഒരു ഡോക്ടർ ചോദിച്ചായിട്ട് കണ്ടത്. 15 ഇയർ ഹയർ ഗ്രേഡ് കിട്ടുന്ന സമയത്ത് സ്പെഷ്യൽ പേ. അപ്പോൾ 15 ഇയർ ഹയർ ഗ്രേഡ് കിട്ടുന്ന സമയത്ത് ഇപ്പം നേരത്തെ പലപ്പോഴും നമ്മൾ ഇതിനകത്ത് പറഞ്ഞതുപോലെ 15 ഇയർ ഹയർ ഗ്രേഡ് എന്ന് പറയുന്നത് ഈ നമ്മളെ പോലെയുള്ള സ്കെയിൽ ഓഫ് പേയിൽ ഉള്ളവർക്ക് പിന്നെ ഇതിൽ നമുക്ക് ഹെൽത്ത് സർവീസ് ഡോക്ടേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ്.
ഈ 15 ഇയേഴ്സ് ഹയർ ഗ്രേഡ് ആകുമ്പോൾ 8 വർഷം 15 ഇയേഴ്സിലും ഹയർ ഗ്രേഡ് കിട്ടുന്നു. അത് പ്രൊമോഷൻ പോസ്റ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള പേ, പ്രൊമോഷൻ പോസ്റ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള പേ മാത്രമല്ല എല്ലാ അലവൻസുകളും പ്രൊമോഷൻ പോസ്റ്റിന് ഇക്വലന്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 15 ഇയേഴ്സ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് കിട്ടുമ്പോൾ പിന്നെ സ്പെഷ്യാലിറ്റി കാഡറിൽ 16,800 അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കാഡറിൽ 8,400 സ്പെഷ്യൽ പേ അതിന്റെ കൂടെ തന്നെ ആ എമൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവൻ ദോ നമുക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടില്ലെങ്കിലും ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് കിട്ടുന്ന സമയത്ത് അത് കിട്ടുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ ഒന്ന് പിന്നെ ചാർജ് അലവൻസിന്റെ കാര്യമാണ്. ചാർജ് അലവൻസിന്റെ കാര്യം ഡോക്ടർ ശബരി പറഞ്ഞപ്പോൾ തന്നെ അത് ക്ലാരിഫൈ ചെയ്ത് പോയതാണ്. ചാർജ് അലവൻസ് പിന്നെ ഗവൺമെന്റിന്റെ ഒരു പോളിസി ഡിസിഷൻ ആയിട്ടാണ് ചാർജ് അലവൻസ് ഒഴിവാക്കിയത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നമ്മൾ അടുത്ത പേ റിവിഷനിൽ ചോദിക്കുന്ന സമയത്തും ചാർജ് അലവൻസ് എന്നുള്ള പേരിൽ ചോദിക്കാതെ അത് മറ്റെന്തെങ്കിലും പേര് റീഫ്രൈസ് ചെയ്തിട്ട് അത് പിന്നെ ഇൻക്രിമെന്റിന് തുല്യമായിട്ടുള്ള ഒരു തുക ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഈ ചാർജ് അലവൻസ് അഡ്മിനിസ്ട്രേറ്റീവ് അലവൻസ് ആയിട്ട് ചോദിക്കാം. അതെ 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 ചാർജ് അലവൻസ് എന്നുള്ള ഒരു പേര് ഗവൺമെന്റ് ആസ് എ പോളിസി ഡിസിഷൻ ഒഴിവാക്കിയതാണ്. നമ്മൾ ഇപ്രാവശ്യം തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയും 2-3 പ്രാവശ്യം നമ്മുടെ ഫയല് ഈ ഒരു പിന്നെ ചാർജ് അലവൻസിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ തിരിച്ച് മടങ്ങി വരികയും ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ചാർജ് അലവൻസ് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അപ്പൊ അത് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും കൂടെ സൈറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു പേരിൽ ചോദിക്കുന്നതായിരിക്കും നല്ലത്. അതേ കിട്ടാൻ സാധ്യതയുള്ളൂ. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നി ചാറ്റ് ബോക്സിൽ പറഞ്ഞതിനകത്ത് ഇപ്പൊ ക്ലാരിഫൈ ചെയ്ത് പോകാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയ 2 പോയിന്റ്സ് അതാണ്. ഓക്കെ, താങ്ക് യു. സാറേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കൂട്ടിച്ചേർക്കാൻ. ഈ ചാർജ് അലവൻസിനെ പറ്റി പറഞ്ഞതാ. ഈ ചാർജ് ഹലോ ഹലോ കേക്കാവോ? ഈ ചാർജ് അലവൻസിനെ പറ്റി ഈ നമ്മുടെ AG പോകുമ്പം അവരുടെ അടുത്ത് പേപ്പർ എടുത്ത് തരുമ്പം അവർ പറയുന്നത് FHC കുടുംബാരോഗ്യ കേന്ദ്രം ഉള്ള വാക്ക് അവർ ആ ഓർഡറിൽ അവർക്ക് കിട്ടിയ ഓർഡറിനകത്ത് ഇല്ലെന്നാ. ഇപ്പൊ നിലവിൽ അവരെ കാണിക്കുന്നത് PHCയും CHC. അപ്പം ഇത് എടുത്ത് പ്രൊപ്പോസൽ എടുക്കുമ്പം FHC, ബ്ലോക്ക് FHC, CHC, PHCയും കൂടെ ഒരു വാക്ക് ഒന്ന് ചേർത്തേക്കണേ. പുതിയ പേരെല്ലാം അതിനകത്ത് വരേണ്ടി വരും. ആ വാക്ക് അവര് ആ വാക്ക് പിടിച്ചോണ്ടാണ് നിലവിൽ ആർക്കും ചാർജ് അലവൻസ് ഇല്ല ടോണി. കോമ്പൻസേറ്ററി അലവൻസ് ആണ്. കോമ്പൻസേറ്ററി അലവൻസ് ആണ്. നേരത്തെ ചാർജ് അലവൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും കിട്ടും. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ AG പോകുമ്പോൾ നമ്മൾ അവരെടുത്ത് കാണിക്കുന്നത് ഇതാണ്, ഈ വാക്കില്ല. FHC എന്നുള്ളൊരു പേരില്ല, ബ്ലോക്ക് FHC എന്നുള്ള പേര് അവർ കാണിക്കുന്ന ഓർഡർ PHC CHC എന്നാ. അതാണ് ഒന്ന് ചൂണ്ടിക്കാണിക്കുക. ഒന്ന് അത്. 2 കോമ്പൻസേറ്ററി അലവൻസ് കഴിഞ്ഞ ഈ കഴിഞ്ഞ 11th പേ കമ്മീഷന് മുമ്പ് എല്ലാ ഡോക്ടേഴ്സിനും, അത് CHC PHC എല്ലാ ഡോക്ടേഴ്സിനും കിട്ടിക്കൊണ്ടിരുന്ന അലവൻസ് ആണ് അത് കട്ട് ചെയ്തത്. അതൊന്ന് പുനഃസ്ഥാപിക്കണം. അത് 2. പിന്നെ ഉള്ളത് ഈ ഫിറ്റ്നസ് ബെനിഫിറ്റ്, സർവീസ് വെയിറ്റേജ് അതെടുത്ത് കളഞ്ഞു. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഈ ഫിറ്റ്നസ് ബെനിഫിറ്റ്, സർവീസ് വെയിറ്റേജ് സാധാരണ അത് ആഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിപ്പോ എടുത്ത് ഈ കഴിഞ്ഞ പേ റിവിഷനിൽ അത് എടുത്ത് മാറ്റി എന്നാണ് എന്റെ അറിവ്. സർവീസ് വെയിറ്റേജും ഫിറ്റ്മെന്റ് ബെനിഫിറ്റും നമുക്ക് ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പക്ഷെ സർവീസ് വെയിറ്റേജ് ഇല്ല. അതെ സർവീസ് വെയിറ്റേജ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു. ചോദിക്കാവുന്നതാണ് നമ്മൾക്ക് മാത്രം. നമ്മളെ എന്തുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയി നിൽക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഒന്നത്. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ, ഈ NPS-ലുള്ള ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, NPS-ലുള്ള ഡോക്ടേഴ്സിൽ ഈ സെൻട്രൽ ഗവൺമെന്റിൽ എംപ്ലോയി 14%, എംപ്ലോയർ അതായത് ഗവൺമെന്റ് 14%, ആ കാൻഡിഡേറ്റ് എംപ്ലോയി 10%. അത് ഇവിടെ ആവശ്യപ്പെടാം. അത് ആവശ്യപ്പെടാം. ഒരു കാര്യം വെച്ചാലേ, നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞു വന്നപ്പോ വീണ്ടും ഒരു പിക്ചർ കുറച്ച് മാറി കേട്ടു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്താൻ ഒരു കാര്യം പറയാനേ. അതായത് നമ്മള് PHC CHC അവിടെ പണ്ട് PHC-യിൽ ഒരു ഡോക്ടർ, CHC-യിൽ ഒരു ഹെഡ് ഇൻചാർജ്. ആ സമയത്ത് ചാർജ് അലവൻസ് ഈ പറഞ്ഞ PHC-യുടെ ഹെഡിനും CHC-യുടെ ഹെഡിനും ഉണ്ടായിരുന്നു. PHC-യിൽ ഒറ്റ ഡോക്ടർക്ക് കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ചാർജ് അലവൻസ് ആർക്കും ഇല്ല. ഈ PHC എന്ന് പറഞ്ഞത് FHC ആയിട്ട് മാറി. അവിടെ 1 മാറി 3 ഡോക്ടർ ഉണ്ടെങ്കിലും ഒരാൾക്ക് മാത്രം കോമ്പൻസേറ്ററി അലവൻസ് കിട്ടും. അതാണ് ഇപ്പോഴത്തെ സിനാരിയോ. ആ കിട്ടുന്നത് ചാർജ് അലവൻസ് അല്ല. ചാർജ് ഉള്ള ആൾക്ക് കോമ്പൻസേറ്ററി അലവൻസ് ഒരാൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ.
ചാർജ് അലവൻസ് എന്ന് പറഞ്ഞത് ആർക്കും കിട്ടുന്നില്ല. പക്ഷെ പിന്നെ നമ്മളിപ്പോ ക്ലെയിം ചെയ്യാത്ത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യാത്ത ഒരു കാര്യം, ഒരാൾക്ക് അഡീഷണൽ ചാർജ് കിട്ടുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ 4% എത്രത്തോളം ആൾക്കാർ ക്ലെയിം ചെയ്യുന്നുണ്ടെന്നുള്ളത് സംശയമാണ്. അത് വേറൊരു കാര്യം. അതേ ഉള്ളൂ. അപ്പൊ നമുക്ക് വാങ്ങിക്കാനുള്ളത് ചാർജ് അലവൻസ് വേറൊരു പേരിൽ വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ കോമ്പൻസേറ്ററി കോമ്പൻസേറ്ററി അലവൻസ് അലവൻസ് നമ്മൾ FHC അലവൻസ് ആയിട്ട് ചോദിക്കണം. FHCയിലുള്ള എല്ലാ FHC അല്ലെങ്കിൽ ഡോക്ടർക്കും കിട്ടുന്ന രീതിയിൽ കാരണം വാങ്ങിക്കേണ്ടി വരും. CHC ഡോക്ടേഴ്സ് എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇല്ല CHCയിലെ ഇല്ല, സിംഗിൾ എമോ PHC ഡോക്ടർക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കിട്ടിക്കൊണ്ടിരുന്നു. അതെ അതെ അതെ. അത് നമുക്ക് അങ്ങനെ രീതിയിൽ FHC അലവൻസ് ആയിട്ട് ചോദിക്കാം സാർ, നമ്മളതിൽ ഇത് വെച്ചിട്ട്. അതെ അതെ, ആ വാക്കൊന്ന് കയറ്റിയാ മതി. FHC ബ്ലോക്ക്, FHC, CHC, അത് PHC നമുക്ക് ഈ ആയിട്ടേ. പേറൂഷനകത്ത് എല്ലാത്തിനും വാക്ക് പുതിയത് കയറ്റേണ്ടി വരും. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഡിഫറെന്റ് ആയപ്പോഴ് നമ്മള് ബാർ ഇട്ട് കയറേണ്ടി വരും, എല്ലാ സാധനവും അതെ, കയറേണ്ടി വരും. അതുപോലെ NPS-ല് 14% കോൺട്രിബ്യൂഷൻ ഫ്രം ദി ഗവൺമെന്റ് പാർട്ട്, 10% എംപ്ലോയിയുടെ പാർട്ട്, അങ്ങനെ കൂടെ ആവശ്യപ്പെടാം. ഞാനൊരു ചോദ്യം ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്. Why does all governments take away our allowances during all periods? Why is there a common trend against us alone? സുരേഷ് സാർ. പ്രൈവറ്റ് പ്രാക്ടീസ് സർ. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ നമ്മുടെ 8 വർഷത്തെ ഡോക്ടർ വാങ്ങിക്കുന്ന സാലറിയുടെ ഈക്വലന്റ് ആയിട്ടാണ് എക്സിക്യൂട്ടീവ് AXC 15 വർഷത്തെ എഞ്ചിനീയറുടെ സാലറി. അപ്പൊ ഇത് ബാക്കിയുള്ള ഇപ്പൊ നമ്മൾ മാത്രം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പൊളിറ്റിക്കലി അലൈൻമെന്റ് ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ പ്രൊഫഷണൽ പാരിറ്റിയാണ് അവരുടെ ഉദ്ദേശം. ഇപ്പൊ KGO പോലുള്ള സംഘടനകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഓഫീസറും ഡോക്ടറും എല്ലാവരും ഒരേ സാലറി വാങ്ങിക്കണമെന്നാണ്. നമുക്ക് മാത്രമേ ഉള്ളൂ ഡിഫറെന്റ് അജണ്ട ഉള്ള ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാലറിയിൽ നിന്ന് മാന്തി അവരോട് അടുപ്പിക്കാനായിട്ട് അവരെപ്പോഴും ശ്രമം നടത്തും. അതാണ് ഇതോടൊപ്പം ശബരി ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഇത് പറയുമ്പോഴും നമ്മൾ ഈ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടുവന്ന പ്രൊട്ടസ്റ്റും നമ്മുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിന്റെയും ഫലമായിട്ടാണ് ഇപ്പോൾ സർ ഓഡിബിൾ അല്ല സർ. സുരേഷ് സാർ ഓഡിബിൾ അല്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. അല്ല, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കാര്യങ്ങൾ മാത്രം കട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. പലപ്പോഴും നമ്മുടെ പെയർ വിഷനുകളിൽ നമ്മുടെ ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട്. അത് പിന്നെ നമുക്ക് ഈ ഹയർ സ്റ്റാർട്ട് കിട്ടുകയും കൂടെ ചെയ്തതിനെ തുടർന്ന് നമുക്ക് ഇപ്പൊ ഏറ്റവും ടോപ്പായിട്ടുള്ള ശമ്പള സ്കെയില്, ആ സ്കെയിലുകൾ മുഴുവൻ നമ്മുടെ പിന്നെ ആരോഗ്യവകുപ്പ് ഡോക്ടർമാർക്ക് ആണ് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ടോപ്പ് സ്കെയില് DHS ഇക്വലന്റ് ആയിട്ടുള്ള സ്കെയില്, DHS ഏറ്റവും ടോപ്പ് സ്കെയില് DHS-നും അതുപോലെ ചീഫ് കൺസൾട്ടന്റ് ഹയർ ഗ്രേഡിനും, മറ്റേ തൊട്ട് ചോട്ടിലുള്ളത് അഡീഷണൽ ഡയറക്ടർ ചീഫ് കൺസൾട്ടന്റ് സ്കെയിലുള്ളവർക്കും, അതിന്റെ തൊട്ട് ചോട്ടിലുള്ളത് പിന്നെ സിവിൽ സർജൻ ഹയർ ഗ്രേഡ്, അല്ലെങ്കിൽ നമ്മൾ 15 വർഷത്തെ ഹയർ ഗ്രേഡ് കിട്ടുമ്പോൾ, പ്രൊമോഷൻ ഇല്ലെങ്കിൽ പോലും 15 വർഷത്തെ ഹയർ ഗ്രേഡ് കിട്ടുമ്പോൾ നമ്മുടെ ഏറ്റവും മുകളിലത്തെ 3ാമത്തെ സ്കെയിലിലേക്ക് നമ്മൾ എത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഹയർ പിന്നെ സ്റ്റാർട്ട് എന്നുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു 25-26 വർഷമാകുമ്പോഴേക്കും നമ്മുടെ സ്കെയിലിന്റെ ലിമിറ്റിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമുക്ക് നമ്മുടെ മാത്രമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ആ ആനുകൂല്യങ്ങളിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ സമരം ചെയ്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത കൂടി അതിന്റെ മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പം നിൽക്കുന്ന ഒരു ഹയർ ലെവലിൽ നിന്ന് എങ്ങനെ നമുക്ക് മുകളിലേക്ക് പോകാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ നമ്മുടെ ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യുന്നു പറയുമ്പോൾ നമ്മൾ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അതിന്റെ ഒരു വേറൊരു ആംഗിൾ കൂടെ കാര്യം വെച്ചുള്ളൂ. സാർ, ഞാൻ ഈ ചാറ്റിൽ 2-3 ഇതുണ്ട്. ഒന്ന് ഈ കോൾ ഡ്യൂട്ടി അലവൻസ്. ഇപ്പൊ ഈ നമ്മുടെ ഡെലിവറി പോയിന്റുകളൊക്കെ വരുമ്പോഴേ കോൾ ഡ്യൂട്ടി ആണല്ലോ ഏറ്റവും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിപ്പോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ആരെങ്കിലും പറയാമോ? നമുക്കുണ്ടോ? അത് NHM മാത്രമേ ഉള്ളൂ? കേൾക്കാമോ സന്തോഷ് സാറേ?
ഹലോ, എന്താ ശബരി എന്താ ഒരു ചോദിച്ചത്? കോൾ എന്താ? ഞാൻ ചാറ്റ് ബോക്സിൽ നോക്കുമായിരുന്നേ, കോൾ ഡ്യൂട്ടി അലവൻസ്. അപ്പൊ അതങ്ങനെ ഒരു ഡിമാൻഡ് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഇപ്പൊ കോൾ ഡ്യൂട്ടി അലവൻസ് ശരിക്കും നമുക്ക് അത് ഇപ്പൊ എങ്ങനെയാണ്, നമുക്ക് ഇപ്പൊ അങ്ങനെ ഉണ്ടോ? ഒന്നുമില്ലല്ലോ, നമുക്ക് അലവൻസ് ഇല്ലല്ലോ. അലവൻസ് ഓർഡർ വൈസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ചോദിച്ചാൽ ഫണ്ടില്ല. NHM വഴിയാണ് തരുന്നത്. NHM വഴി. ഓക്കെ. അപ്പൊ അത് ആർക്കൊക്കെയാണുള്ളത്? എല്ലാവർക്കും ഉണ്ടോ? NHM അനസ്തറ്റിസ്റ്റിനും ഗൈനക്കോളജിസ്റ്റിനും മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്ന് തോന്നുന്നു. പീഡിയാട്രീഷ്യന് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അപ്പൊ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ ഇതൊക്കെ കടലാസിലുണ്ടെങ്കിലും ചോദിച്ചു ചെല്ലുമ്പോൾ ഫണ്ട് ഇല്ല എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും കിട്ടുന്ന ന്യൂസ്. അത് NHM ഒന്ന് മാറ്റണം അല്ലേ? അത് നമ്മുടെ NHM വഴി ആയതുകൊണ്ടാണ്. NHM-ന്റെ കാല് പിടിച്ചിട്ട് വേണം അത് കിട്ടാനായിട്ട്. ഓക്കെ ഓക്കെ. സോ പിന്നെ ഒരു കാര്യം കൂടെ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫീ അത് നമുക്ക് നോക്കണ്ടേ സാറേ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫീ അല്ല, അത് നോക്കേണ്ടതാണ്. കാര്യം 2010 റിവിഷൻ വന്നത്. നമുക്കിനി അത് 15 വർഷമായി. നമ്മൾ റെപ്രസെന്റേഷൻ ഓൾറെഡി ഒന്ന് ഇടയ്ക്ക് കൊടുത്തിരുന്നു. ഒന്ന് വീണ്ടും അതിന്റെ ഫോളോ അപ്പ് വേണ്ടി വരും. എന്തായാലും ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫീ നമ്മുടെ പേർവിഷന്റെ ഭാഗമായിട്ട് വന്നതല്ല, അത് സെപ്പറേറ്റ് ആണ്. പേർവിഷന്റെ ഭാഗമായിട്ട് നമ്മളത് കൂട്ടിക്കുഴയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. പേർവിഷനോട് യാതൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. ഇത് ഇൻഡിപെൻഡന്റ് ആണ്. 2010 അല്ലാതെ ഓർഡർ വഴി ഹൈക്ക് ചെയ്താ. അത് കഴിഞ്ഞ ശേഷം നമ്മളത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് DHS-ൽ നിന്ന് ഫേവറബിൾ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് മുകളിലേക്ക് പോയിട്ടില്ല. അത് അവിടെ വെച്ചിട്ട് തന്നെ അത് ഡിനേ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതാണ് അതിന്റെ ആ ഒരു വിഷയത്തിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അതാണ്. അത് നമുക്ക് വീണ്ടും ശ്രമിക്കാവുന്നതാണ്, ചെയ്യേണ്ടതാണ്. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും അത് ഹൈക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഫോർ ഒപ്പീനിയൻ ഇപ്പോഴും ആയിട്ടില്ല. നമ്മൾ ഇപ്പോഴും അങ്ങനെ ഇല്ല. അതാണ് പ്രശ്നം. അതെ അതെ അതെ. പിന്നെ 4 അസിസ്റ്റന്റ് സർജൻ പോസ്റ്റ് ഇൻ FHC ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അതൊരു നമ്മുടെ അത്യാവശ്യമുള്ള സാധനമാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഹലോ, യെസ്. ഇത് പേ റിവിഷനെ പറ്റിയിട്ടേ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ 15 ഇയേഴ്സ് ഹയർ ഗ്രേഡ് 2021 ശേഷം ആയിട്ടുള്ള ആൾക്കാർക്ക് പുതിയ 15 ഇയർ ഹയർ ഗ്രേഡ് പേ സ്ലിപ്പിനകത്ത് പേഴ്സണൽ പേ ഇല്ല. അപ്പോ ഇത് നമ്മൾ ഇത് ഹയർ ഗ്രേഡ് കിട്ടിയതിന് ശേഷം ഉള്ള പീരീഡിൻ്റെത് മുഴുവൻ തിരിച്ചടയ്ക്കണം. എക്സസ് ഡ്രോൺ എന്നാണ് പറഞ്ഞിട്ട് തിരിച്ചടക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പൊ എന്റെ വൈഫിന് 30,000 അടുത്ത് തിരിച്ചടക്കേണ്ടി വന്നു ആയ മുതൽ. അപ്പൊ അത് പേഴ്സണൽ പേ നമുക്കൊരു 2,400 ഉണ്ടായിരുന്നില്ലേ, അതാണ് ഈ പറയുന്ന എമൗണ്ട്. അത് പുതിയ പേ സ്ലിപ്പിനകത്ത് ഇല്ല. അത് 2017 ഓർഡറിനകത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, 2017. ഇത് 2021 വന്ന് അതിനകത്ത് അത് പറഞ്ഞിട്ടില്ല. അപ്പൊ 2021 ശേഷം അല്ല, AG-ൽ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് നിങ്ങൾക്ക് ഹയർ സ്റ്റാർട്ട് ഓൾറെഡി ഈ പേ റിവിഷനിൽ ഹയർ സ്റ്റാർട്ട് ആണ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പേഴ്സണൽ പേ ഇല്ല. പേഴ്സണൽ പേ സബ്സ്യൂം ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ ടെക്നിക്കലി ആണ്, പക്ഷെ സാങ്കേതികമായി അത് എററാണ്. അല്ല, തിരിച്ചടക്കേണ്ടി വന്നു. തിരിച്ചടക്കേണ്ടി വന്നു ഈ എമൗണ്ട് വാങ്ങിച്ചത്. അത് നേരത്തെ അത് എല്ലാവർക്കും തിരിച്ചടക്കുകയും ചെയ്യുന്ന കാരണം അത് 2021 മുൻപായവർക്ക് അത് തിരിച്ചടക്കേണ്ടി വന്നില്ല. അങ്ങനെയല്ല ഓർഡർ വന്ന് അല്ലേ? 2019. അതെ അതെ. അല്ല, 21 ഓർഡർ വന്ന്. 21 ഓർഡർ. അതെ അതെ. ആ ഇടയ്ക്കുള്ള സമയത്ത് പൈസ തിരിച്ചടച്ചിട്ടില്ലല്ലോ. 21 ശേഷമുള്ളവർക്ക് തിരിച്ചെടുക്കേണ്ടി വരും. സുരേഷ് സാർ ഉണ്ടെങ്കിൽ സാർ ഒരു മിനിറ്റ് ഒന്ന് പറയാം സാറേ, പേഴ്സണൽ പേയുടെ വിഷയം. അതിപ്പോ എല്ലാവരും അധികം പേരും ഇപ്പൊ 15 ഇയേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. ഈ 2008 PSC-യില് 2007 PSC-യില്. അപ്പൊ ഇതെല്ലാരും തിരിച്ചടക്കേണ്ടി വരും. ലീഗലി നമ്മൾ കേസ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ വിഷയം ഇതിലും ഈ പേ റിവിഷനിൽ നമ്മൾ അനോമലി റെക്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് ഇതാണ്, പേഴ്സണൽ പേ ആണ്. 2 അനോമലി റെക്ടിഫൈ ചെയ്യുന്നു, സ്പെഷ്യൽ പേഡ്, പേഴ്സണൽ പേഡ്. ഇപ്പൊ നമ്മൾ കേസ് കൊടുത്തത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മുമ്പത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കേസ് കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്.
അതിന്റെ എല്ലാ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഒരാൾ കേസ് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. അതിന് ഒരു പേഴ്സണൽ ആയിട്ട് ഒരാൾ, പിന്നെ സംഘടന കേസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർക്കും ഇതുവരെ സാങ്ഷൻ കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല, ആർക്കും കൊടുത്തില്ല. ഏജിന്ന് അവര് പറയുന്നത് പേ റിവിഷൻ ആൻഡ് ഓർഡറിനകത്ത് അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. അപ്പൊ അത് കിട്ടിയിട്ടില്ല, തരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വാങ്ങിച്ചത് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന സമയത്ത് അത് തിരിച്ചടക്കണം. അതെ, നമ്മള് കോടതി വഴിയും പേ റിവിഷൻ വഴിയും എല്ലാം ആ കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടാനായിട്ട്. അത് തന്നെ കണ്ടിട്ടുള്ളൂ. അത് ഓക്കെ സർ. പിന്നെ ഒരു നോൺ പ്രാക്ടീസിങ് അലവൻസ് ഫോർ അനസ്തെറ്റിസ്റ്റ് ആൻഡ് അങ്ങനെയുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും നോക്കാം. പക്ഷെ അവരായിട്ട് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരും. കാര്യം പല ഒപ്പീനിയൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതേ ഒരു പിന്നെ ഡിമാൻഡ് തന്നെ ഫോറൻസിക് സർജൻസ് വെക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞിട്ട്. അല്ല, അവർക്ക് പക്ഷേ പോസ്റ്റ്മോർട്ടം അലവൻസ് ഉണ്ടല്ലോ. ഉണ്ട്. ഇവർക്ക് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ല. അവർക്ക് MBBS ഉണ്ട്, പ്രാക്ടീസ് വേണേൽ ചെയ്യാം. പിന്നെ അല്ലാതെ പ്രീ അനസ്തീഷ്യ ചെക്കപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പം കോൺട്രവേഴ്സി എല്ലാവരുമായിട്ട് ആലോചിക്കേണ്ടി വരും. ജില്ലകളിൽ നിന്ന് വരട്ടെ സാർ അല്ലേ എല്ലാ കാര്യങ്ങളും? അതെ, ജില്ലകൾ അവർ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓരോ ജില്ലാ വൈസ് ആലോചിക്കട്ടെ. ഓക്കെ സാർ. ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ എന്താണ് വിഷയം? ഡോക്ടർ സാലി മാഡം. NPA ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ NPA ചോദിക്കുന്നത് അതാണ്. അങ്ങനെ മാഡം, സാലി മാഡം, അത് നമ്മള് ജില്ലകളിൽ ഡിസ്കസ് ചെയ്ത് ജില്ലയുടെ തീരുമാനമായിട്ട് വന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ അങ്ങനെ എടുക്കാം അല്ലേ സർ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സാറേ. ശരി. അപ്പൊ ഒരു സെഷൻ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അതില് ഉള്ളതുണ്ടോ? ഇല്ല സർ, ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു വേറെന്തെങ്കിലും വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യമായി നമ്മളിപ്പോ പലരും പറയുന്നുണ്ട് പെർസെന്റേജ് ചോദിക്കണം എല്ലാം ഉണ്ട്. 2020 പ്രപ്പോസൽ എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മള് പ്രപ്പോസൽസ് എല്ലാം പെർസെന്റേജ് വെച്ചാൽ ചോദിച്ചിരിക്കുന്നത്. അന്നത്തെ പേ റിവിഷനിൽ ആകെ സംഭവിച്ചിരിക്കുന്നത് നോർമൽ റിവിഷൻ നടന്നു എന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. നമ്മൾ സമരം ചെയ്തത് നമുക്ക് കിട്ടിയ സാധനം പോയപ്പോഴാണ് സമരം ചെയ്തത്, മനസ്സിലായില്ലേ? നമുക്ക് കിട്ടുന്ന സാധനം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നത് തന്നെ വലിയ സംഭവമാണ്. അതിന്റെ കൂടെ ഈ പറഞ്ഞ ചെറിയ അലവൻസ് മിസ്സായത് തിരിച്ചു പിടിക്കുക. അതെ, അനോമലി കറക്റ്റ് ചെയ്യുക. അതെ, ഓക്കെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ പേയുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്ത വിഷയങ്ങൾ, ഡോക്ടർ പേഷ്യന്റ് റേഷ്യോ, അതൊക്കെ നമുക്കൊന്ന്, കാരണം പല പേരിവിഷൻ പേരിവിഷനും ഇങ്ങനെയുള്ള സേവന വ്യവസ്ഥകളും കൂടെ റെഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് നമ്മൾ കാണിക്കുമ്പോ എല്ലാം വൈഡ് ഇതിൽ കാണിക്കേണ്ടി വരും. ക്യാൻവാസ് വിപുലമാക്കി ഉള്ള പിക്ചർ മൊത്തം വരച്ച് കാട്ടേണ്ടി വരും. നമ്മുടെ വർക്ക് ലോഡ് കാണിക്കണമെങ്കിൽ ഇതെല്ലാം പറഞ്ഞല്ലേ പറ്റും. ഓക്കെ സാർ. ശരി. അപ്പൊ നമ്മള് പേർവിഷമായിട്ടുള്ള ഒരു സെഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ കുറേക്കെങ്കിലും 150ഓളം പേര് കയറിയിറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ബേസ്. അപ്പോൾ ഇതിനുണ്ടാകുന്ന സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ ഡിസ്ട്രിക്റ്റിൽ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ അത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് ഒരു നല്ലൊരു സജഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു പ്രപ്പോസൽ ഉണ്ടാക്കി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ വൈകിയ വേളയിൽ അധികം നീട്ടി നിന്നില്ല. എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട്, കോമൺ ആയിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. JKG മോയി. ഗുഡ് നൈറ്റ്.